ഔചിത്യമില്ലായ്മയെന്ന് നിയമമന്ത്രി തന്നെ സമ്മതിച്ച ബജറ്റ് അവതരണ വേളയിലെ പ്രശ്നങ്ങൾ ബജറ്റ് ചോർച്ച തന്നെയാണ് എന്ന വാദവുമായി സർക്കാരിനോട് ഒന്ന് മുട്ടി നോക്കാൻ ഒരുങ്ങിയാണ് ചെന്നിത്തലയും കൂട്ടരും നാളെ നിയമസഭയിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളും ഈ പ്രശ്നം ഉയർത്തുന്നുണ്ട്. ബജറ്റാണോ അതോ ചോർച്ചയാണോ പ്രധാനം? സർക്കാർ നിയമക്കുരുക്കിലാണോ? ഔചിത്യക്കുറവ് സമ്മതിച്ചാൽ ബജറ്റ് ചോർച്ച അംഗീകരിക്കലായി അത് മാറുമോ? പ്രതിപക്ഷ നീക്കം ഫലം കാണുമോ? സർക്കാർ ധനമന്ത്രിക്കൊപ്പം തന്നെയുണ്ടോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ബജറ്റ് ചോർച്ച ആയുധമാക്കാനൊരുങ്ങി പ്രതിപക്ഷം. സഭാസ്തംഭനം പ്രതിപക്ഷ തന്ത്രം. പ്രതിപക്ഷ നീക്കം നേരിടാനൊരുങ്ങി സർക്കാർ. ബജറ്റ് ചോർന്നിട്ടില്ലെന്ന് നിയമമന്ത്രി എ കെ ബാലൻ. അവകാശ ലംഘനമില്ലെന്നും ഉള്ളത് ഔചിത്യത്തിന്റെ പ്രശ്നം മാത്രമെന്നും ബാലൻ. രാജി ആവശ്യം വീണ്ടും തള്ളി തോമസ് ഐസക്. ജാഗ്രതാ കുറവുണ്ടായെന്ന് പാർട്ടി കണ്ടിട്ടില്ലെന്നും തോമസ് ഐസക്. ബംഗാളിൽ നിന്നെത്തിച്ച 800 ടൺ അരി നാളെ മുതൽ വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി. വില നിയന്ത്രിക്കാൻ കൂടുതൽ നടപടികളെടുക്കും. സപ്ലൈകോ ഔട്ട്ലെറ്റ് വഴിയും അരി എത്തിക്കും. സംസ്ഥാന സമ്പന്നമാണല്ലോ, നമ്മൾ എല്ലാത്തിനും മുമ്പിലാണല്ലോ. എന്തതിന് മുമ്പിൽ ഷാപ്പുകളോ അല്ലെങ്കിൽ അതൊക്കെ അവിടെ പോയി ആവശ്യമുള്ളത് കഴിച്ചോട്ടെ. ഈ ക്യൂ നിൽക്കുന്ന സമ്പ്രദായം പ്രാകൃതമാണ്, മോശമാണ്, അപരിഷ്കൃതമാണിത്. മദ്യപിക്കുന്നവർക്ക് മികച്ച സൗകര്യം ഒരുക്കണമെന്ന് മന്ത്രി ജി സുധാകരൻ. മദ്യത്തിന് ക്യൂ നിൽക്കുന്നത് അപരിഷ്കൃതം. കൊട്ടിയൂർ പീഡന കേസിൽ പ്രതികൾ ഒളിവിൽ കഴിയുന്നത് സഭയുടെ മഠങ്ങളിൽ തന്നെയെന്ന് സൂചന. മഠങ്ങളിൽ റെയ്ഡ് നടത്താൻ അന്വേഷണ സംഘം. പ്രതി റോബിനെ വൈദികനെന്ന് പറയാൻ കഴിയില്ലെന്ന് എ കെ ആന്റണി. ക്രിമിനലിനെ പോലെ തന്നെ കൈകാര്യം ചെയ്യണം. വാളയാറിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ദുരൂഹമരണം അന്വേഷിക്കാൻ ഉത്തരവ്. വിദ്യാർത്ഥി സംഘടനകൾക്ക് മുഖ്യമന്ത്രിയുടെ വിമർശനം. രാഷ്ട്രീയത്തിന്റെ പേരിൽ കലാലയങ്ങളിൽ ഉണ്ടാക്കുന്ന അക്രമങ്ങൾ ശരിയല്ല. മഹാരാജാസിൽ പ്രിൻസിപ്പലിന്റെ കസേര കത്തിച്ച സംഭവത്തിൽ SFIക്കും പിണറായിയുടെ വിമർശനം. അച്ചൻകോവിൽ ആനവേട്ട കേസിൽ ന്യൂസ് 18 ഇംപാക്ട്. DFO KG രാജനെ മാറ്റി. പ്രതികളെ വനം വകുപ്പ് നാളെ കസ്റ്റഡിയിൽ വാങ്ങും. സർക്കാരിന്റെ ധൈര്യം പ്രതിപക്ഷം ചോർത്തുമോ? ബജറ്റ് ചോർച്ച ആയുധമാക്കാനൊരുങ്ങുകയാണ് പ്രതിപക്ഷം. ധനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നാളെ സഭ സ്തംഭിപ്പിക്കാനാണ് പ്രതിപക്ഷ തന്ത്രം. എന്നാൽ രാജി ആവശ്യം വീണ്ടും തള്ളി ധനമന്ത്രി തോമസ് ഐസക് രംഗത്ത് വന്നു. ചോർച്ചയിൽ ഉമ്മൻചാണ്ടി തന്റെ രാജി ആവശ്യപ്പെട്ടത് രാഷ്ട്രീയ പ്രതികരണം മാത്രമാണ്. സംഭവത്തിൽ ജാഗ്രത കുറവുണ്ടായതായി പാർട്ടി തലത്തിൽ അഭിപ്രായമില്ലെന്നും തോമസ് ഐസക് പറഞ്ഞു. ബജറ്റ് ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും അതിനാൽ പ്രതിപക്ഷ ആരോപണം നിലനിൽക്കില്ലെന്നും നിയമമന്ത്രി എ കെ ബാലനും പറഞ്ഞു. ഔചിത്യത്തിന്റെ പ്രശ്നം മാത്രമാണ് ഇക്കാര്യത്തിൽ ഉള്ളതെന്നും അവകാശ ലംഘനമില്ലെന്നും എ കെ ബാലൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഒരു രൂപത്തിലുമുള്ള ബഡ്ജറ്റ് ചോർച്ചയില്ല. നമ്പർ 1, ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിന് വിരുദ്ധമല്ല, പ്രിവിലേജും നിൽക്കില്ല. പിന്നെ കുറേ ആൾക്കാർക്ക് ഇതിങ്ങനെ വിവാദമാക്കാം. ഇതിൽ ബഡ്ജറ്റിൻ്റെ ഒരു പേജ് പോലും ചോർന്നു പോയിട്ടില്ല. ആദ്യം മനസ്സിലാക്കണം. ബഡ്ജറ്റിൻ്റെ മിക്ക ഭാഗങ്ങളെയും MTയെ സംബന്ധിച്ചും MTയുടെ പുസ്തകത്തെ സംബന്ധിച്ചും സൂചിപ്പിക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾക്ക് ഇതിൽ കാണിക്കാൻ പറ്റും? ഇത് പത്രക്കാർക്ക് കൊടുക്കാനുള്ള ഒരു ബ്രീഫ്, അത് ബഡ്ജറ്റ് കഴിയുന്നതിനേക്കാളും മുമ്പേ വന്നു എന്നുള്ളതാണ്. അതൊരു പ്രൊപ്രൈറ്റിൻ്റെ പ്രശ്നമേ ഉള്ളൂ, ഔചിത്യത്തിൻ്റെ പ്രശ്നമേ ഉള്ളൂ. മാത്രമല്ല ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷമാണ്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനേക്കാളും മുമ്പേ ചോർന്നു പോയാൽ ആ ചോർച്ചയാകുക. ഇത് ചോർച്ചയേ ഇല്ല. അതുകൊണ്ട് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് നിൽക്കില്ല, പ്രിവിലേജ് നിൽക്കില്ല. ഇപ്പോൾ ഈ ചർച്ചയിൽ കൃഷിമന്ത്രി ശ്രീ VS സുനിൽകുമാർ, മുൻ മന്ത്രി കോൺഗ്രസ് നേതാവ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് K രാംകുമാർ എന്നിവരാണ് ചേരുന്നത്. ശ്രീ സുനിൽകുമാർ, പ്രതിപക്ഷം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഇത് ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് നാളെ സഭയിലേക്ക് വരാൻ പോകുന്നത്. സഭ സ്തംഭിപ്പിക്കുന്നത് പോലെയുള്ള കർശന തീരുമാനങ്ങളിലേക്കാണ് രാഷ്ട്രീയമായവർ എത്തി നിൽക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സാഹചര്യം. നാളെ മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രി, അതുപോലെ തന്നെ സ്പീക്കർ ഇവരൊക്കെ ഇക്കാര്യത്തിൽ അന്വേഷിച്ച് വിശദീകരണം നൽകാം എന്നുമാണ് സഭ അറിയിച്ചിട്ടുള്ളത്. ഇതിനിടയിലാണ് ഒരു സഭാസ്തംഭനം വരെ ആയേക്കാവുന്ന ഒരു പ്രശ്നമായി പ്രതിപക്ഷം ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ശ്രീ VS സുനിൽകുമാർ.
ഇതിനകത്ത് സഭ സ്തംഭിപ്പിക്കണമോ അല്ല സഭ ബഹിഷ്കരിക്കണമോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിനാണ്. പക്ഷേ എന്തിനാണ് എന്ന കാര്യം കൂടെ അവർ വ്യക്തമായിട്ട് പറയേണ്ടി വരും. കാരണം സഭ സ്തംഭിപ്പിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അവർ പലപ്പോഴും സ്തംഭിപ്പിച്ചിട്ടുണ്ട്. ഞാനും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പലപ്പോഴും സഭ സ്തംഭിപ്പിക്കാനൊക്കെ നേതൃത്വം കൊടുത്ത ആളാണ്. പക്ഷേ ഈ ഒരു സന്ദർഭം ഇന്നലെ ഉണ്ടായിരിക്കുന്ന ബജറ്റ് ചോർച്ച എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അസംബന്ധമാണെന്ന് പറയാൻ കാരണം ബഡ്ജറ്റ് തോർന്നിട്ടില്ല. ബഡ്ജറ്റിൻ്റെ പദാനുപത തർജ്ജമയല്ല ചോർന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, ആരും മറച്ചു വെച്ചതല്ല. ആ ധനമന്ത്രി തന്നെ പിന്നീട് വ്യക്തമാക്കുകയുണ്ടായി, ഗവൺമെൻറ് വ്യക്തമാക്കുകയുണ്ടായി. ബഡ്ജറ്റ് സംബന്ധിച്ചുള്ള അതിൻ്റെ ഹൈലൈറ്റ്സ് എല്ലാം കൂടി ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം സാധാരണ പത്രക്കാർക്ക് കൊടുക്കാറുള്ളത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഇക്കാര്യം കൈകാര്യം ചെയ്യുന്നയാൾ കുറച്ച് നേരത്തെ കൊടുത്തു എന്ന ഒറ്റ കാര്യമല്ലാതെ ബഡ്ജറ്റിൻ്റെ അന്തസ്സത്തെയും ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ ഗുണഭോക്താക്കളായ ആളുകൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി ചോർത്തി കൊടുത്തു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്ന് പറയാതാണ് കാരണം. ഒന്ന്, പിന്നെ ഇതിനകത്ത് നികുതി നിർദ്ദേശങ്ങളൊന്നുമില്ല. പിന്നെ കേവലം സാങ്കേതികത്വം ഉണ്ട് എന്ന് വേണമെങ്കിൽ അവർക്ക് വാദിക്കാം. ആ സാങ്കേതികത്വത്തിൽ പറഞ്ഞുകൊണ്ട് പിടിച്ച് തൂങ്ങി ഒരു നല്ല ബഡ്ജറ്റിനെ പറ്റിയുള്ള ചർച്ച അവസാനിപ്പിക്കാനുള്ള നല്ല മാർഗമായി ഇവരിതിന് കാണുകയാണ്. അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യമാണ്. രാഷ്ട്രീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റ് ജനങ്ങൾക്കിടയിലും കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ഇക്കണോമിസ്റ്റുകൾക്കിടയിൽ പോലും വലിയ മതിപ്പുണ്ടാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ അത് സംബന്ധിച്ച ചർച്ച നിയമസഭയിൽ നടന്നു കഴിഞ്ഞാൽ ആ ചർച്ചയിൽ അവർക്ക് പലപ്പോഴും ഈ ബഡ്ജറ്റിൻ്റെ പല നല്ല വശങ്ങളെയും അവർക്ക് അംഗീകരിക്കേണ്ടതായി വരുമെന്ന ഭയമായിരിക്കാം ഒരു പക്ഷേ കിട്ടിയ ചാൻസിന് മൂക്ക് മുറിച്ച് ശകുനം മുടക്കുക എന്ന് പറയുന്ന പോലെ ഉള്ളൊരു ഏർപ്പാടാണ് ഇപ്പോൾ പ്രതിപക്ഷം നടത്താൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സഭ സ്തംഭിപ്പിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം ഇപ്പോൾ പരിണതപ്രജ്ഞനായ എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായിട്ടുള്ള തിരുവഞ്ചൂരിനകത്തിരിക്കുന്നുണ്ട്. അദ്ദേഹം ദീർഘകാലത്തെ പാരമ്പര്യമുള്ള ഒരാളാണ്. ഞാനൊക്കെ രാഷ്ട്രീയത്തിൽ വരും മുമ്പേ നിയമസഭയിൽ ഇരിക്കുന്ന ആളാണ് ശ്രീ തിരുവഞ്ചൂർ. അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പറയട്ടെ അദ്ദേഹത്തിന് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. അപ്പം അതുകൊണ്ട് ഇവിടെ നിയമസഭ സ്തംഭിപ്പിക്കണോ വേണ്ട അവർ തീരുമാനിക്കട്ടെ. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇപ്പോൾ മന്ത്രി സൂചിപ്പിച്ചതുപോലെ മൂക്കുമുറിച്ചും ശകുനം മുടക്കുക എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് പ്രതിപക്ഷം പോയാൽ മുൻപുണ്ടായ കാര്യങ്ങളും കൂടിയൊക്കെ പരിശോധിക്കേണ്ടി വരില്ലേ? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായ പ്രശ്നങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്പീക്കറുടെ റൂളിങ്ങുകൾ, മുൻ റൂളിങ്ങുകളൊക്കെ വിശദമായി പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ ഈ ബജറ്റ് ചോർച്ച എന്നത് വെറും പർവ്വതീകരിച്ച ഒരു വാദം മാത്രമായല്ലേ അവശേഷിക്കുകയുള്ളൂ? ഇപ്പോൾ ബജറ്റ് ചോർച്ച എന്നുള്ളത് നിസ്സാരവൽക്കരിച്ച് ഇതങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് വെറുതെ എങ്ങനെയോ വന്നു പെട്ടുപോയി എന്നൊരു മട്ടിൽ ആക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചോദിച്ച ബജറ്റ് ചോർന്നു എന്ന് അംഗീകരിക്കണമെങ്കിൽ ഇനി എന്തും കൂടി പുറത്തു വരണം. അന്ന് രാവിലെ പുറത്തിറങ്ങിയ മെട്രോ പത്രം, ആ പത്രത്തിന് ടാക്സ് പ്രപ്പോസൽസ് ഉണ്ട്, അതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. മന്ത്രി വായിക്കേണ്ട എല്ലാ ഐറ്റംസും അന്ന് രാവിലെ ഇറങ്ങിയ പത്രത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ എന്താ ബജറ്റിൻ്റെ ചോർച്ചയ്ക്ക് നമ്മൾ കാണിക്കേണ്ടത്? ഇപ്പം നമ്മൾ പറയുന്നത് ഇതിനകത്ത് അനൗചിത്യമാണ് എന്നുള്ളതാണ് ശ്രീ എ കെ ബാലൻ പറഞ്ഞത്. അനൗചിത്യം, ഒരു സഹപ്രവർത്തകനായ മന്ത്രി അനൗചിത്യം കാണിച്ചു എന്ന് പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ കൂടി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ എ കെ ബാലൻ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ അനൗചിത്യത്തിൻ്റെ പരിധി എവിടെ വരെ പോയി എന്നുള്ള പ്രശ്നം. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ബജറ്റിനകത്തെ എല്ലാ രഹസ്യ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്, എല്ലാ വിവരങ്ങളുമുണ്ട്. ഇപ്പം 9:48 ആയപ്പോൾ ഈ ബജറ്റിലെ ഇനങ്ങൾ എല്ലാം ഈ വിഷ്വൽ മീഡിയയിലെല്ലാം വന്നുകൊണ്ടിരിക്കല്ലേ. 10:30 വീണ്ടും വിഷ്വൽ മീഡിയയിൽ കുറച്ചുകൂടി കൊടുത്തില്ലേ. ഘട്ടം ഘട്ടമായി ഇത് മുഴുവൻ വിഷ്വൽ മീഡിയയിൽ വരുന്നതിന് വേണ്ടിയല്ല ശ്രമിക്കുന്നത്. അങ്ങനെ വിഷ്വൽ മീഡിയയിൽ വന്നിട്ടുള്ളതൊക്കെ ഏതാ ബജറ്റിൻ ബ്രീഫ് എന്ന് പറയുന്ന ഏതോ ഒരു ചെറിയ സാധനം കൊടുത്തതായിട്ടാണ് വരുന്നത്. പക്ഷേ മെട്രോ പത്രത്തിനകത്ത് വന്നിട്ടുള്ള അതൊന്നും അല്ല. ഈ സമൂഹം ഇതിനോടെ ഇതെല്ലാം വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒരു യഥാർത്ഥത്തിൽ ഈ ബജറ്റ് ചോർന്നതാണ്. മാത്രമല്ല ഇതിൽ ഒരു പ്രിവിലേജിൻ്റെ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ് ഞാൻ പിന്നീട് അതിലേക്ക് വരാം. ഇപ്പം യഥാർത്ഥത്തിൽ ഓത്ത് ഓഫ് സീക്രസി ലംഘിച്ചില്ലേ? കാരണം ബജറ്റിൻ്റെ ഈ ഡോക്യുമെൻ്റ് കീപ്പ് ചെയ്യാനുള്ള പ്രാഥമികമായ ബാധ്യത ആർക്കാണ്? അത് നമ്മുടെ ജനാധിപത്യത്തിൽ വകുപ്പ് മന്ത്രിക്കുള്ളതാണ്. ഞാൻ വകുപ്പ് മന്ത്രി, എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തോട് വലിയ വൈരാഗ്യമൊന്നും ഉള്ളയാളല്ല. പക്ഷേ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറാൻ പറ്റുമോ? അതുകൊണ്ട് ഓത്ത് ഓഫ് സീക്രസിയുടെ ഒരു ലംഘനമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ രഹസ്യരേഖകൾ പുറത്തുപോയി എന്നുള്ള മറ്റൊരു സെൻട്രൽ ആക്ടിൻ്റെ ലംഘനം കൂടി വരികയാണ്. ഈ രണ്ട് ലംഘനങ്ങളാണ് യഥാർത്ഥത്തിൽ
നമ്മളുടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഇതിനകത്ത് ഒരു ചോർച്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ള വാദഗതി അത് നാളെ നിയമസഭാ സമ്മേളനം നടക്കാൻ പോകുന്നത് കൊണ്ട് ഭരണകക്ഷി ഭാഗത്ത് അതേ എടുക്കാൻ പറ്റൂ. സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മന്ത്രി പോലും കാത്തിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ സ്റ്റാൻഡ് ഇക്കാര്യത്തിൽ എന്ത് എന്നുള്ളതാണ്. മന്ത്രി രാജിവെക്കുക എന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സഭയിലേക്ക് പോകാനാണോ? അതിനുവേണ്ടി ഏതറ്റം വരെയും ഒരു നിലപാട് ഉയർത്തിപ്പിടിക്കാൻ തന്നെയാണോ പ്രതിപക്ഷത്തിന്റെ നീക്കം? അതറിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാമെന്നാണല്ലോ മന്ത്രി പറഞ്ഞത്. ഇതിനകത്ത് രണ്ട് സമീപനം എടുക്കാൻ പറ്റും. ഒന്ന്, നിയമസഭയ്ക്കകത്ത് ഞങ്ങൾക്കെടുക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജനപ്രതിനിധികൾക്ക് ഒരുമിച്ചെടുക്കാൻ കഴിയുന്ന, പ്രതിപക്ഷത്തിന് ഒരുമിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സമീപനം. രണ്ട്, നീതിന്യായ കോടതിയിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള രണ്ട് ശ്രമം. ഞങ്ങൾ നാളെ നിയമസഭ നടക്കുന്നു, നിയമസഭയിൽ ചെയ്യാവുന്ന എല്ലാ പരിശ്രമങ്ങളും നടത്തും. പരിശ്രമങ്ങൾ നടത്തുമെന്ന് മാത്രമല്ല, ഇത് ജനങ്ങളെ അവഹേളിക്കലല്ലേ, ജനാധിപത്യത്തെ സംബന്ധിച്ചു. തീർച്ചയായും അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ ശ്രീ തിരുവഞ്ചൂർ എന്ന് വെച്ചാൽ ഏതറ്റം വരെയും പോവും എന്ന് വെച്ചാൽ സഭ സ്തംഭിക്കേണ്ടി വന്നാൽ അതും അങ്ങനെ സഭ നടത്തിക്കൊണ്ടു പോകേണ്ട ഒരു ഉത്തരവാദിത്വവും നിങ്ങൾക്കായിട്ടില്ല എന്നാണോ തുറന്നു പറഞ്ഞു വരുന്നത്? അല്ല, നാളെ സഭ നടക്കാൻ പോകുമ്പോൾ 8:30 ചേരുന്ന സഭയിൽ എന്ത് നടപടിയെടുക്കുമെന്ന് ഇന്ന് രാത്രി 9 മണിക്ക് ഞാൻ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ആ നിലയിലൊന്നും ഒരു പ്രഖ്യാപനം ഇപ്പം നടത്താനില്ല. ശരി, പക്ഷേ കാത്തിരുന്ന് കാണാം. റൈറ്റ്. ഏത് നിലയിൽ പോകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇതിനോടകം രാഷ്ട്രീയ തീരുമാനം UDF എടുത്തു എന്നത് തന്നെയാണ് വാർത്തയ്ക്ക് അടിസ്ഥാനമായി അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉന്നയിക്കാനും കാരണം. സഭ സ്തംഭിപ്പിച്ചും ഈ പ്രശ്നത്തെ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് UDFന്റെ രാഷ്ട്രീയ തീരുമാനം. ശ്രീ രാംകുമാർ, ഇവിടെ ഈ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. ഓത്ത് ഓഫ് സീക്രസിയുടെ ലംഘനമുണ്ട്, അവകാശ ലംഘനം MLA മാർ പറയുന്നുണ്ട്, ഔദ്യോഗിക രഹസ്യ രേഖാപരമായിട്ടുള്ള നിയമത്തിൻ്റെ ലംഘനം ഇതെല്ലാം ഇവർ പറയുന്നുണ്ട്. നിയമപരമായി ഈ പ്രശ്നം എവിടേക്ക് ഇപ്പോൾ തിരുവഞ്ചൂർ തന്നെ പറഞ്ഞല്ലോ, രണ്ട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനാകും. ഒന്ന് സഭയ്ക്കകത്ത്, രണ്ട് നിയമപരമായി എന്ന് പറയുന്നിടത്താണ് നിയമപരമായ ഒരു ഗൗരവം ഉയരുന്നത്. അങ്ങനെ ഒരു ഗൗരവം ഇക്കാര്യത്തിൽ താങ്കൾ കാണുന്നുണ്ടോ ഈ പ്രശ്നത്തിൽ? തീർച്ചയായിട്ടും ബഡ്ജറ്റ് ചോർന്നു എന്നുള്ളത് സത്യമായൊരു വസ്തുതയാണ്. അല്ലെങ്കിൽ മന്ത്രിയുടെ സ്റ്റാഫിൻ്റെ ഒരാളുടെ പേരിൽ നടപടി എടുക്കില്ലല്ലോ. പിന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ചെറുകിട പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതും സത്യമാണ്. എല്ലാ പരിഷ്കൃത രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് ജനാധിപത്യ സമ്പ്രദായം പിന്തുടരുന്ന രാജ്യങ്ങളിലും ബഡ്ജറ്റ് രഹസ്യരേഖയായിട്ടാണ് കണക്കാക്കുന്നത്. ഇംഗ്ലണ്ടിലൊരു സംഭവം ഉണ്ടായി. ധനകാര്യമന്ത്രി, അവിടെ ധനകാര്യ സെക്രട്ടറി എന്നാണ് പറയുക, ധനകാര്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് പത്രക്കാരെ കണ്ടപ്പോൾ അല്പം നേരം നിർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സിഗരറ്റ് വലിച്ചോട്ടെ വില കൂടുന്നതിന് മുമ്പ്. അത് അദ്ദേഹം അവതരിപ്പിക്കാൻ പോകുന്ന ബഡ്ജറ്റിൽ സിഗരറ്റിന് വില കൂടുമെന്ന സൂചനയാണെന്ന് പറഞ്ഞ് പത്രക്കാർ റിപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. ഈ പാരമ്പര്യമല്ലേ നമ്മൾ പിന്തുടരുന്നത്? നമ്മുടെ പാർലമെൻ്ററി സമ്പ്രദായം മുഴുവൻ ഇംഗ്ലണ്ടിൽ നിന്ന് കടമെടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ ചോർച്ച ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് അതിന് മുമ്പ് സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലത്ത് കൗമുദി പത്രം, ശ്രീ കെ ബാലകൃഷ്ണൻ്റെ പത്രാധിപത്യത്തിലുള്ള കൗമുദി പത്രം ബഡ്ജറ്റ് പ്രസിദ്ധീകരിച്ചു. ഏത് ഭാഗങ്ങളാണ് പ്രസിദ്ധീകരിച്ച് എനിക്കറിയില്ല. അതിന് പ്രോസിക്യൂഷൻ നടപടിയെടുത്തു. അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന അച്യുതമേനോൻ 13ാം സാക്ഷിയായിട്ട് കേസിൽ മൊഴി കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ബഡ്ജറ്റ് രഹസ്യരേഖയാണ്, അതിൻ്റെ നിയമ പിൻബലം എനിക്കറിയില്ല. നമ്മുടെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഡിക്ലെയർ ചെയ്തു ബഡ്ജറ്റ് രഹസ്യരേഖയായിട്ടാണ് എല്ലാ ജനാധിപത്യ സമ്പ്രദായങ്ങളും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീരാംകുമാർ രണ്ട് സംശയങ്ങൾ. താങ്കൾ പറഞ്ഞാൽ 57-ലെ സർക്കാരിൻ്റെ ബജറ്റ് ചോർന്നു. പക്ഷേ അതിൽ ശിക്ഷ പോയത് എങ്ങനെയാണ്? ഔദ്യോഗിക രഹസ്യരേഖ തന്നെയാണ് ബജറ്റ്. അത് ചോർത്തിയവർക്കാണ് അതിൽ കുറ്റം, ഉത്തരവാദിത്വം എന്ന നിലയിലാണ് വിധി പോയത്, ശിക്ഷിക്കപ്പെട്ടത് ആ നിലയിലാണ്. ഇവിടെ ഒരു ചെറുകിട പത്രം, താങ്കൾ തന്നെ ഭാഷ കടമെടുത്താണ് പറയുന്നത്, പ്രസിദ്ധീകരിച്ചുവെങ്കിൽ അതിൽ ടാക്സ് പ്രപ്പോസൽസ് ഉണ്ട് എന്ന് ശ്രീ തിരുവഞ്ചൂർ പറഞ്ഞു. ഈ ബജറ്റിൽ ടാക്സ് പ്രപ്പോസൽസ് ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം,
ഇപ്പോൾ നമ്മൾക്കറിയാം, ഇപ്പോൾ സരിതാ നായർ ഒരു വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്ത് സൂം ചെയ്ത് അവരുടെ കയ്യിലിരുന്ന ലെറ്ററിലെ വിശദാംശങ്ങൾ പൊക്കിയെടുത്ത് മാധ്യമങ്ങളിലൂടെ കൊണ്ടുവന്ന ഒരു പശ്ചാത്തലം നമ്മുടെ മുമ്പിലുണ്ട്. അത്ര വലിയ സാധ്യതകളുണ്ട്. സമാനമായ നിലയിൽ ഏതെങ്കിലും തരത്തിൽ ദൃശ്യങ്ങളിലൂടെ ഏതെങ്കിലും ഒരു ഭാഗം അടർത്തിയെടുത്ത് ബജറ്റ് ഒരു രഹസ്യരേഖയാണെന്ന് അറിഞ്ഞിട്ടും ആ പണി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്തവരുടെ ഉത്തരവാദിത്വത്തിലേക്ക് അത് വരില്ലേ? അത്തരമൊരു ഗൗരവമായ ഭാഗം പരിശോധിക്കേണ്ടതല്ലേ? രഹസ്യരേഖയാണ്, അതിനെ ചോർത്തിയവർക്കല്ലേ ഉത്തരവാദിത്വം വരിക? ഇതൊരു തീർച്ചയായിട്ടും ഇത് രഹസ്യരേഖയാണ് എന്നുള്ളത് അവിതർക്കിതമായ കാര്യമാണ്. രഹസ്യരേഖ ചോർത്തുന്നത് ഔദ്യോഗിക രഹസ്യ നിയമത്തിൻ്റെ ലംഘനമാണ്. അത് മന്ത്രി ചെയ്താലും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ചെയ്താലും പത്രങ്ങൾ ചെയ്താലും ശിക്ഷാർഹമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൗമുദി പത്രത്തിൻ്റെ പത്രാധിപരെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ശിക്ഷ വർദ്ധിപ്പിച്ചത്. ഇവിടെ ധനകാര്യമന്ത്രിക്ക് ഈ ചോർച്ചയിൽ എത്രമാത്രം പങ്കാളിത്തമുണ്ട് എന്നുള്ളത് വസ്തുതാപരമായി പരിശോധിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ തെളിവുകൾ എൻ്റെ മുമ്പിലില്ല. എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റില്ല. നാളെ നിയമസഭ സമ്മേളിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആളുകൾ പറയും. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, ഈ മന്ത്രിമാരും ശ്രീ എ കെ ബാലനും ഒക്കെ കാണും പോലെ വളരെ ലാഘവബുദ്ധിയോടുകൂടി കാണേണ്ട ഒരു കാര്യമല്ല. കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നിയമസഭ ഉണ്ടാക്കിയ ചട്ടങ്ങൾക്കനുസരിച്ച് രഹസ്യരേഖയാണ്. ബഡ്ജറ്റ് എന്നൊരു പദപ്രയോഗം നമ്മുടെ ഭരണഘടനയിലില്ല. ബഡ്ജറ്റ് എന്ന പദപ്രയോഗം സംസ്ഥാന നിയമസഭകളും പാർലമെൻറ്റും ഉണ്ടാക്കിയ ചട്ടങ്ങളിലാണ്. ആ ചട്ടങ്ങൾ അനുസരിച്ച് ബഡ്ജറ്റ് അവതരണത്തിൻ്റെ രീതി, ബഡ്ജറ്റ് എങ്ങനെ രഹസ്യമാക്കണം, ഇതെല്ലാം പതിവായിച്ചിട്ടുണ്ട്. ഇതിന് ലംഘനമുണ്ടെങ്കിൽ ഒഫീഷ്യൽ സീക്രട്സ് ആക്ടിന് ലംഘനമുണ്ടാകുമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അന്നത്തെ ധനകാര്യമന്ത്രി, ഞാൻ ആവർത്തിക്കുകയാണ്, ക്ഷമിക്കണം, അന്നത്തെ ധനകാര്യമന്ത്രി സാക്ഷാൽ നമ്മുടെ സുനിൽകുമാറിൻ്റെ നേതാവിനെ സാക്ഷാൽ അച്യുതമേനോൻ്റെ മൊഴി സ്വീകരിച്ചുകൊണ്ടാണ് ബഡ്ജറ്റ് രഹസ്യരേഖയാണെന്നും അത് ആ വാദഗതി തന്നെയാണ് ശ്രീ രാംകുമാർ ഞാനും എടുക്കുന്നത്. ശ്രീ സുനിൽകുമാർ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചതിൽ, പക്ഷേ ആ കേസിൽ സി അച്യുതമേനോൻ എന്ന ധനകാര്യമന്ത്രിയെ അല്ല കോടതി കുറ്റപ്പെടുത്തിയത്, ശിക്ഷിച്ചിട്ടുമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ കേസിലേക്ക് വന്നാൽ നാളെ സഭ ചേരാനിരിക്കെ നിയമമന്ത്രി പറയുന്നു ഇതിൽ ഉണ്ടായ പ്രശ്നം ഔചിത്യമില്ലായ്മയാണ് എന്ന് വന്നാൽ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് സമ്മതിക്കുന്നത് തന്നെ മറ്റൊരർത്ഥത്തിൽ പരോക്ഷമായി ബജറ്റ് ചോർച്ച എന്ന വാദത്തെ ബലപ്പെടുത്തുന്നതാണ്. അഡ്വക്കേറ്റ് രാംകുമാർ പറഞ്ഞപോലെ രാഷ്ട്രീയമായി തിരുവഞ്ചൂർ പറഞ്ഞതിനെ മാറ്റിവെച്ചാൽ തന്നെ അത്തരമൊരു നിലപാട് യഥാർത്ഥത്തിൽ എടുക്കാമായിരുന്നു. രണ്ട്, ഒരു ഉദ്യോഗസ്ഥനെ, സ്റ്റാഫിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ പുറത്താക്കിയതും ഒഴിവാക്കിയതും യഥാർത്ഥത്തിൽ ബജറ്റ് ചോർച്ച എന്ന വാദത്തെ ബലപ്പെടുത്തുന്നതാണ്. യഥാർത്ഥത്തിൽ തുടക്കത്തിൽ ഈ എടുത്ത സമീപനം എവിടെയോ പാളിപ്പോയിട്ടുണ്ടോ? ബജറ്റ് ചോർന്നിട്ടില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മാണിയുടെ ബജറ്റ് ചോർന്നു എന്നൊരാക്ഷേപം ഉണ്ടായല്ലോ. അന്ന് സ്പീക്കറുടെ റൂളിംഗ് ഉണ്ടായിട്ടുണ്ട്. മുൻ അനുഭവങ്ങളുണ്ട്. ആ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ഉറച്ച നിലപാടെടുക്കാതെ ഒരു ജാഗ്രത കുറവോ ഔചിത്യമില്ലായ്മയോ ഉണ്ടായി എന്ന് സമ്മതിച്ചിടത്ത് മുന്നണിക്ക് ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടോ? അത് ഒരു നിയമക്കുരുക്കിൻ്റെ സൂചനയാണോ രാംകുമാർ പറഞ്ഞതുപോലെ? അല്ല ശരത്ത്, ഇതിനകത്ത് ബഹുമാന്യനായിട്ടുള്ള വളരെ വലിയ നിയമ പണ്ഡിതൻ കൂടിയായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് രാംകുമാർ അദ്ദേഹം പറഞ്ഞ, ഞങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാരാരും ഈ സംഭവത്തെ ലാഘവത്തോടു കൂടി കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം ആദ്യം മനസ്സിലാക്കണം. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം ബഡ്ജറ്റ് ചോർന്നു എന്ന അർത്ഥത്തിൽ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. അത് പറയാൻ കൃത്യമായ അടിസ്ഥാനം ഉണ്ടായിരുന്നു. കാരണം ബഡ്ജറ്റിൻ്റെ രഹസ്യാത്മകത എന്ന് പറയുന്നത് അതിൻ്റെ നിയമപരമായി തന്നെ പറയുന്ന ചില കാര്യങ്ങളുടെ സാങ്ക്ടിറ്റി, അത് നമുക്ക് അംഗീകരിക്കേണ്ട കാര്യമാണ്. അച്യുതമേനോൻ ഭരണകാലത്ത് നടന്ന കാര്യത്തെപ്പറ്റി അത് സൂചിപ്പിച്ചു, ഒരു ബ്രിട്ടീഷ് മന്ത്രി ചെയ്ത കാര്യത്തെപ്പറ്റി സൂചിപ്പിച്ചു. രണ്ടായിട്ട് കാണണം. ഒരു ബ്രിട്ടീഷ് മന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകും മുമ്പ് സിഗരറ്റ് വലിച്ചുകൊണ്ട് പറയാണ് വില കൂടും മുമ്പ് ഇത് വലിച്ചു തീർക്കട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പരോക്ഷമായി സിഗരറ്റിൻ്റെ വില വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്ന് നേരിട്ട് ജനങ്ങളെ പറയുകയാണ്. അതുപോലെ അതിന് വ്യത്യസ്തമായി അച്യുതമേനോൻ്റെ ഭരണകാലത്ത് നിന്ന് സംഭവിച്ചു. അച്യുതമേനോൻ്റെ ഗവൺമെൻറ് അവതരിപ്പിക്കാനുള്ള ബഡ്ജറ്റ് ഒരു പത്രപ്രവർത്തകൻ ഇത് രഹസ്യമായ രേഖയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ രഹസ്യമായ രേഖ സൂക്ഷിക്കേണ്ടത് ഒരു മന്ത്രിയുടെ കടമ പോലെ തന്നെ ആ രാജ്യത്തിൻ്റെ ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്തിലെ ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തം കൂടിയാണെന്നും അതുകൊണ്ട് അത് ഏതെങ്കിലും രൂപത്തിൽ ചോർത്തിയെടുത്ത് രഹസ്യമായ രേഖ പുറത്താക്കാൻ പാടില്ല എന്ന ഉത്തരവാദിത്തം ഉണ്ടായിട്ടും അത് ചെയ്തു എന്ന കുറ്റത്തിനാണ് ശ്രീ ബാലകൃഷ്ണനെ അന്ന് പിന്നെ
ഹൈക്കോടതി ശിക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ തോമസ് ഐസക്കിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് അച്യുതമേനോൻ്റെ കാലത്ത് ഉണ്ടായതുപോലെ സമാനമായതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മന്ത്രി നേരിട്ട് ബഡ്ജറ്റ് ചോർത്താൻ വേണ്ടി ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ബഡ്ജറ്റിനകത്ത് പറയുന്ന ഏതെങ്കിലും ഒരു നികുതി നിർദ്ദേശം ബഡ്ജറ്റ് ചോർന്നാൽ ആർക്കെങ്കിലും ഗുണമുണ്ടാകുന്ന രീതിയിൽ അത് ചോർത്തി കൊടുക്കാൻ അദ്ദേഹം സർവാത്മന ഒന്നും ചെയ്തിട്ടില്ല. മൂന്നാമത്തെ കാര്യം, ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു ചടങ്ങാണ്. ഞാനിവിടെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോടും അതുപോലെ തന്നെ രാംകുമാർ സാറിനോട് ചോദിക്കുന്ന ഒരു കാര്യം, ശ്രീ KM മാണിയുടെ ബഡ്ജറ്റ് അവതരണ സമയത്ത് കഴിഞ്ഞ വർഷം വിവാദമുണ്ടായ സമയത്ത് എങ്ങനെയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്? ബഡ്ജറ്റ് അവതരിപ്പിച്ചോ? KM മാണി അദ്ദേഹത്തിൻ്റെ സീറ്റിൽ പോലും നിൽക്കാതെ മറ്റൊരു സ്ഥലത്ത് പോയി ചന്തയിൽ നിന്ന് കൂക്കി വിളിക്കുന്ന പോലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞതോടുകൂടി ബഡ്ജറ്റ് അംഗീകരിച്ചു എന്ന് സ്പീക്കർ എവിടെയോ നിന്ന് പറഞ്ഞ് ബഡ്ജറ്റ് അംഗീകരിപ്പിച്ച നാണംകെട്ട സ്ഥിതിവിശേഷം നമ്മുടെ നിയമസഭയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതല്ല, ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി സ്പീക്കർ വിളിക്കുന്നു, അതിനുശേഷം അദ്ദേഹം ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ബഡ്ജറ്റ് ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ബഡ്ജറ്റിനകത്ത് എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന പ്രസംഗമാണ്. ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു, ബഡ്ജറ്റിൻ്റെ പ്രസംഗമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രസംഗം നടത്തി ഏകദേശം ഒന്നിച്ചില മണിക്കൂർ കഴിയുമ്പോഴാണ് ആ ബഡ്ജറ്റിനകത്ത് ഹൈലൈറ്റ്സിനെ സംബന്ധിച്ച് സാധാരണ നിലയിൽ പത്രക്കാർ കൊടുക്കാറുള്ള ഹൈലൈറ്റ്സ് പത്രക്കാർ കൊടുക്കുന്ന കൂട്ടത്തിൽ പണ്ടത്തേതുപോലെ എല്ലാവർക്കും കൊണ്ടുകൊടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു മിനിറ്റ് ശരത്തെ, ഇത് നേരിട്ട് കമ്പ്യൂട്ടർ വഴി അദ്ദേഹം എല്ലാ പത്രക്കാർക്കും കൊടുത്തു എന്നുള്ളതാണ് ആ പത്രപ്രവർത്തകൻ കൂടിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ സ്റ്റാഫ് ചെയ്തിരിക്കുന്ന തെറ്റ്. ആ തെറ്റിനെ ഞങ്ങൾ ന്യായീകരിക്കാൻ തുനിഞ്ഞില്ല, അതൊരിക്കലും അതുപോലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ശിക്ഷിക്കുക മാത്രമല്ല, ബഹുമാനപ്പെട്ട സ്പീക്കർക്കാണ് ഇതിനകത്ത് റൂളിംഗ് കൊടുക്കാനുള്ള അവകാശം. അവകാശ ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിലും മറ്റെന്ത് കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് സംബന്ധിച്ച് നാളെ സ്പീക്കർ എന്ത് പറയുന്നു എന്നതാണ് അന്തിമമായ വിധി. സ്പീക്കർ പറയുകയാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനനുസൃതമായ നടപടിക്ക് ഞങ്ങൾ ബാധ്യസ്ഥരാണ്. സ്പീക്കറാണ് അന്തിമമായി നിയമസഭയിൽ ഉണ്ടായിരിക്കുന്ന കാര്യത്തെപ്പറ്റി പറയേണ്ടത്. അത് പറഞ്ഞതിന് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സത്യസന്ധമായി നമ്മൾ വിലയിരുത്തിയാൽ ഇത് കാണുന്നവർക്കും ഏറെക്കുറെ മനസ്സിലാകും, ഈ ബജറ്റുമായി ബന്ധപ്പെട്ട അതിൻ്റെ സങ്കീർണമായ വിവരങ്ങളെ പരമാവധി ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ളൊരു മീഡിയ ഹൈലൈറ്റ് തന്നെയാണ് സത്യത്തിൽ കുറച്ച് വേഗത്തിലെന്നോ ഒക്കെ പറയാവുന്ന വിധത്തിലെത്തിയത്. ചോർച്ചയുടെ ആ ഒരു പൂർണ്ണമായ അർത്ഥത്തിൽ അതിനെ കാണാവുന്നതുമല്ല. മാത്രവുമല്ല, ഇപ്പോൾ സുനിൽകുമാർ പറഞ്ഞു വെച്ചതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമായി. ഈ ബജറ്റ് പ്രസംഗത്തിൻ്റെ തന്നെ ആദ്യ വാചകം, കേരള സംസ്ഥാനത്തിൻ്റെ 2017-2018 ബജറ്റ് ഞാൻ നിയമസഭയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. ഇതിന് ശേഷമുള്ളതെല്ലാം ഇതിൻ്റെ പ്രസംഗങ്ങളാണ്. ഓരോ ആളുകൾക്കും അവരവരുടെ ശേഷിക്കനുസരിച്ച് 3 മണിക്കൂർ പ്രസംഗിക്കാം, 40 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ഇതാണ് അവസ്ഥ. ഇങ്ങനെ ഒരു വിശദീകരണം തോമസ് ഐസക് നടത്തിയതിന് ശേഷം ഒരു മിനിറ്റ്, അതായത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് നിയമസഭയിൽ. ആ സാങ്കേതികത്വം തീർന്നു കഴിഞ്ഞു. പിന്നെ മന്ത്രിക്ക് വേണമെങ്കിൽ 3 മണിക്കൂർ പ്രസംഗിക്കാം. ഇതിനകത്ത് തന്നെ പിന്നെ എത്രയോ പാരഗ്രാഫുകൾ അദ്ദേഹം വായിക്കാതെ വിട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ആ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ വിലയിരുത്താം. കഴിഞ്ഞ തവണ സംരക്ഷിച്ചു നിർത്തി ഒറ്റ വാചകത്തിൽ മാണിയെ കൊണ്ട് ബജറ്റ് അവതരിപ്പിച്ച അതേ ലൈൻ, അതേ വാചകം ഈ ബജറ്റ് പ്രസംഗത്തിൻ്റെ ആദ്യ വരിയിലുണ്ട്. അതോടുകൂടി സാങ്കേതികാർത്ഥത്തിൽ എല്ലാം അങ്ങനെയാണല്ലോ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ നിയമപരമായി ചട്ടപ്രകാരം ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് 45 മിനിറ്റുകൾക്ക് ശേഷം വരുന്ന വാർത്തകളിൽ നിറയുന്ന വൈവിധ്യങ്ങൾ മാത്രമല്ല, നികുതി സംബന്ധിച്ച നിർദ്ദേശങ്ങളൊന്നും ആ നിലയിൽ ചോർന്ന് പുറത്തു വന്നിട്ടുമില്ല. ഈ പ്രശ്നങ്ങളെ വസ്തുതാപരമായി വിലയിരുത്തേണ്ടതല്ലേ? അങ്ങനെ വിലയിരുത്തിയാൽ ചോർച്ച എന്ന വലിയ ബഹളത്തിന് സ്കോപ്പ് ഉണ്ടോ? തിരുവഞ്ചൂർ. ശരത്, ഇവിടെ നമ്മൾ ആരംഭിക്കുന്നത് 9:48 പുറത്ത് വന്ന ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അന്ന് രാവിലെ പുറത്തിറങ്ങിയ മെട്രോ പത്രത്തിനകത്ത് ടാക്സ് എക്സംഷനെ സംബന്ധിച്ച് അവിടെ ടാക്സ് കൺസെഷനെ കുറിച്ച് വന്നിട്ടുണ്ട്. അന്ന് നമ്മൾ ആരും നിയമസഭയിലോട്ട് എത്തിയിട്ടില്ല. നിയമസഭയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ കാര്യം പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, ബജറ്റ് അവതരിപ്പിച്ചു എന്ന് പറയുന്നതിന് എത്രയോ മുമ്പാണ്. അപ്പോൾ ഈ സാങ്കേതികമായി ഒന്ന് പിടിച്ചു നിൽക്കാൻ നോക്കിയാലും അത് ആ സാങ്കേതികത്വത്തിൽ നിൽക്കത്തില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ രാംകുമാർ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച കാര്യം. ശ്രീ തിരുവഞ്ചൂർ തുടർന്നോളൂ. അതിനിടയ്ക്ക് ശ്രീ സുനിൽകുമാർ ഇൻ്റർഫിയർ ചെയ്ത്, അതുകൊണ്ടാണ്. കേട്ടു. അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെ പറഞ്ഞോട്ടെ.
എന്തെങ്കിലും ഉണ്ടോ? വേണ്ട വേണ്ട, തിരുവഞ്ചൂർ പറഞ്ഞോളൂ. തിരുവഞ്ചൂർ പൂർത്തിയാക്കൂ. ഇല്ല, തിരുവഞ്ചൂർ ഇത്രയും ഏതായാലും ഒരു ഇടവേള ഒരു ബ്രേക്ക് കിട്ടിയോണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പോൾ ഈ പ്രശ്നത്തെ രണ്ടായി കാണാം. ഒന്ന്, മീഡിയ ഹൈലൈറ്റ്സ് ചോർന്നു എന്ന് പറയുന്നത് സാങ്കേതികമായി തള്ളിക്കളയാവുന്നതേ ഉള്ളൂ. താങ്കളും അത് സമ്മതിക്കുന്നു. കാരണം മാണിക്ക് കിട്ടിയ, കഴിഞ്ഞ തവണ കെ എം മാണിക്ക് കിട്ടിയ ആനുകൂല്യം തോമസ് ഐസക്കിനും ബാധകമാണ്. ഒറ്റ വരിയിൽ പറയുന്നതോടെ ബജറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഉള്ളത് രാവിലെ പത്രത്തിൽ വന്ന് ചോർന്നു എന്ന് പറയുന്നതാണ്. അതും ധനമന്ത്രിയുടെ ഉത്തരവാദിത്വമായി എങ്ങനെ കാണാനാകും എന്നൊരു നിയമപ്രശ്നത്തിനുള്ള ശ്രീ രാംകുമാറും നമ്മൾ ഉന്നയിച്ചൊരു പ്രശ്നമുണ്ട്. ശ്രീ തിരുവഞ്ചൂർ. അല്ല കേക്കോ ഉണ്ട്. ഞാൻ ആ പ്രശ്നത്തിലോട്ട് തന്നെയാണ് ഞാൻ വരുന്നത്. അതിനിടയ്ക്കാണ് ഇൻ്റർഫിയറൻസ് ഉണ്ടായത്. ഇപ്പോൾ ആ ഓഫീസിൽ നിന്ന് തന്നെ കൊടുത്തു എന്നുള്ളത് സമ്മതിക്കുന്നുണ്ട്. കുറ്റകരമായ രൂപത്തിലുള്ള അതിനെക്കുറിച്ചൊരു ഇംപ്രോപ്രൈറ്റി ഉണ്ടായി എന്ന് സമ്മതിക്കുന്നുണ്ട്. ആ ഇംപ്രോപ്രൈറ്റി ഉണ്ടായതിൻ്റെ പേരിൽ ആ ഓഫീസ് ഈ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. നേരത്തെ കൊടുത്തിരുന്ന കേസെന്ന് പറഞ്ഞാൽ ശ്രീ കെ ബാലകൃഷ്ണൻ്റെ പേരിലുള്ള കേസ് അത് പബ്ലിഷ് ചെയ്തതിൻ്റെ പേരിലാണ്. ഈ ഡോക്യുമെൻ്റ് സംഘടിപ്പിച്ചത് അത് കേരള കൗമുദി പത്രത്തിൽ പബ്ലിഷ് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിലാണ്. ഇവിടെ പ്രശ്നം അതല്ല. പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഡോക്യുമെൻ്റ് അവരുടെ കയ്യിൽ കൊടുത്തത് തന്നെ മന്ത്രി നേരിട്ട് അറിഞ്ഞിട്ടാണ് എന്ന് അദ്ദേഹം തന്നെ കൺഫസ് ചെയ്തിട്ടുണ്ട്. അതോടുകൂടി ഇപ്പോൾ ആ വാദഗതിയും നിൽക്കത്തില്ല. ഇല്ല, അവിടെയാണ് ശ്രീ കെ എം മാണി അവതരിപ്പിച്ചതുപോലെ ശ്രീ തിരുവഞ്ചൂർ സംശയം അതാണ്. ഒറ്റ വാചകത്തിൽ ബജറ്റ് അവതരണം ആദ്യ വാചകത്തിലേ ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന് വന്നാൽ എങ്ങനെയാണ് പിന്നെ 48 മിനിറ്റിന് ശേഷം വരുന്ന ബജറ്റ് ഹൈലൈറ്റ്സ് എന്ന വാർത്തകൾക്ക് വേണ്ടി കൊടുക്കുന്ന ഹൈലൈറ്റ്സ് ഒരു ചോർച്ചയായി കാണാനാവുക? ഇത് ശരത്തിൻ്റെ കയ്യിലൊക്കെ ഈ സാധനം കിട്ടിയ 9:48 കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാവിലെ പുലർകാലം ഇറങ്ങിയിട്ടുള്ള പത്രത്തിനകത്ത് വന്ന കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിലെ വൈരുദ്ധ്യം. വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും ശരത്ത് വാദിക്കുന്നത് അതിലൊരു ക്ലിയറൻസ് വേണം, ഒരു ക്ലാരിറ്റി വേണം. സുനിൽകുമാർ, ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ പറയുന്ന ബജറ്റ് ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് വെളുപ്പാങ്കാലത്ത് ആ പത്രത്തിൽ വന്നതാണെങ്കിൽ വലിയ തെറ്റ് തന്നെയാണ്. ശരത്തെ, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ധനമന്ത്രിയല്ല അതിന് ഉത്തരവാദി. നേരത്തെ അച്യുതമേനോൻ്റെ കാര്യത്തിൽ കൗമുദി ബാലകൃഷ്ണൻ ചെയ്തതുപോലെ ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകൻ ചോർത്താൻ പാടില്ലാത്ത ഒരു രഹസ്യം ചോർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് മാർഗത്തിലൂടെയാണ് എന്ന കാര്യത്തെപ്പറ്റി അന്വേഷിക്കേണ്ടത് അവരാണ്. അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേസ് കൊടുക്കാം, ആർക്ക് വേണമെങ്കിലും കേസ് കൊടുക്കാം. അങ്ങനെ ചോർത്തിയിട്ടുണ്ടോ? ചോർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? 59-ലെ അച്യുതമേനോൻ ഗവൺമെൻറ്, അച്യുതമേനോൻ ധനമന്ത്രിയായിരിക്കുന്ന സമയത്ത് കൗമുദി ബാലകൃഷ്ണൻ പത്രം ഇത് ചോർത്തിയപ്പോൾ ആർക്കാണ് ഉത്തരവാദിത്തം ഉണ്ടായത്? പിന്നെ ഹൈക്കോടതിയിൽ അച്യുതമേനോനായിരുന്നു. അതിന് ഉത്തരവാദി കൗമുദി ബാലകൃഷ്ണനാണ്. രണ്ടാമത്തെ കാര്യം തിരുവഞ്ചൂർ പറഞ്ഞത് അങ്ങനെയല്ല. നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന മാധ്യമങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ട കുറിപ്പ്, അതാണ് ബജറ്റ് അവതരണത്തിന് ശേഷം പോയത്. സമാനമായ കുറിപ്പ് തന്നെയാണ് രാവിലെ ഇറങ്ങിയ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിനും ഇടയാക്കിയതെന്നൊരു കേസാണ് തിരുവഞ്ചൂർ ഡ്രാഫ്റ്റ് ചെയ്തത്, ആരോപിക്കുന്നത്. ആ ആരോപണം അതിന് ഞാൻ മറുപടി പറയാം. അതായത് ബഡ്ജറ്റ് അവതരണം എന്ന് പറയുന്നത് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തു എന്ന് പറയുന്നത് മാത്രമാണോ, ബഡ്ജറ്റ് പ്രസന്റ് ചെയ്ത ശേഷം പ്രസംഗിക്കുന്നതും കൂടി ചേർന്നതാണോ? ആ ചോദ്യം ചോദിച്ചാൽ തിരുവഞ്ചൂർ പറയേണ്ടി വരും അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് അവതരിപ്പിച്ച കെ എം മാണിയുടെ ബഡ്ജറ്റ് ആയിരുന്നില്ല എന്ന് പറയേണ്ടി വരും. ആ ബഡ്ജറ്റിൽ കെ എം മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹത്തിന് ബഡ്ജറ്റ് പ്രസംഗം നടത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് പ്രസംഗത്തിന് വേണ്ടി കൊണ്ടുവന്നത് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും അത് ബഡ്ജറ്റാണെന്ന് അംഗീകരിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എങ്ങനെയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ബഡ്ജറ്റിന്റെ പ്രസംഗം 48-50 മിനിറ്റ് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തതിനു ശേഷം ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തതിനു ശേഷമുള്ള പ്രസംഗത്തിലെ കാര്യം അവിടെ വന്നതിന്റെ പേര് രാജിവെക്കണമെന്ന് പറയുകയാണെങ്കിൽ കെ എം മാണി എത്ര പ്രാവശ്യം രാജിവെക്കേണ്ടി വരും? യഥാർത്ഥ ആരോപണത്തിലേക്ക് സുനിൽകുമാർ എത്തിയതായി എനിക്ക് തോന്നുന്നില്ല. ശ്രീ തിരുവഞ്ചൂരിലേക്ക് അതുകൊണ്ട് അഡ്വക്കേറ്റ് രാംകുമാർ, ഞാനൊന്ന് വേഗം വരാം. ഇവിടെ തിരുവഞ്ചൂർ പറയുന്നത് ഇങ്ങനെ തയ്യാറാക്കപ്പെട്ട ബജറ്റ് കുറിപ്പ് അത് ശ്രീ കെ എം മാണി ചെയ്ത പോലെ തന്നെ 1 മിനിറ്റ് കൊണ്ടുള്ള ഒരു ബജറ്റ് അവതരണമായി കണ്ടാൽ തെറ്റില്ല, ആ വിധത്തിന് വാദത്തിനെടുക്കാം. നിങ്ങൾ പറയുന്നത് അതേ കുറിപ്പ് തലേന്ന് തന്നെ ചോർന്ന് ഒരു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു എന്ന നിലയിലേക്ക്, ആ വിഷയത്തിലേക്കാണ് കേന്ദ്രീകരിക്കുന്നതെങ്കിൽ അത് പറയണം. അതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ശ്രീ തിരുവഞ്ചൂർ. ഞാൻ ഉദ്ദേശിച്ചത് എന്നാൽ വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഡിസ്റ്റോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാതിരുന്നാൽ മാത്രം മതി. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം
കഴിഞ്ഞ പ്രാവശ്യം ബജറ്റിൻ്റെ കാര്യത്തിൽ ഒരു പറ്റം ആളുകൾ നിയമസഭാ അംഗങ്ങൾ ബഹളമുണ്ടാക്കി മാണി സാറിനെ അതിനകത്ത് കയറ്റില്ല എന്ന് പറഞ്ഞ് സ്പീക്കറുടെ കസേരയോടെ എടുത്തെറിയുകയാണ്. അവിടുത്തെ വന്നിരുന്ന സിറ്റുവേഷൻസ് പഴയ വിഷ്വൽസ് എടുത്ത് നോക്കിയാൽ അറിയാം. വളരെ പ്രമുഖന്മാരാ ഈ കസേര പൊക്കി എടുത്തുകൊണ്ട് പോയത്. പിന്നീട് നല്ല കസേരകളൊക്കെ അവർക്ക് കിട്ടിയിട്ടുമുണ്ട്, അത് അവിടെ നിന്നോട്ടെ, അത് മറുവശമായിട്ട് നമുക്കെടുക്കാം. എന്നിട്ട് ആ ബജറ്റല്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷം അവിടെ ബഹളമുണ്ടാക്കി. അതിനുശേഷം പ്രതിപക്ഷം ഈ ബജറ്റിൻ്റെ ചർച്ചയിലെല്ലാം പങ്കെടുത്തു. സബ്ജക്ട് കമ്മിറ്റിയിൽ ആദ്യം പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് അവർ മാറി നിന്നു. പിന്നീട് അവർ ആ ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്തു. ആ ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയിൽ അന്ന് പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്, ഞങ്ങൾ ഈ ബജറ്റിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ബജറ്റ് അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ചർച്ചയിൽ പങ്കെടുത്തത്? ആ ചർച്ചയിൽ എങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തിയത്? ഇപ്പം പഴയ ഒരു കാര്യം കൊണ്ടുവന്ന് ഈ പുതിയ നിയമവിരുദ്ധമായ ഒരു കാര്യത്തിനെ വെള്ളപൂശി കാണിക്കുന്നതിന് വേണ്ടി നടത്തുന്ന തീർച്ചയായും. പക്ഷേ അതൊരു വിശദീകരണമല്ലല്ലോ ശ്രീ തിരുവഞ്ചൂർ. ഞാൻ വീണ്ടും ഒന്നുകൂടി പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ആ രാഷ്ട്രീയമൊക്കെ ഉണ്ടാകും. പക്ഷേ അന്ന് ശ്രീ കെ എം മാണിക്ക് ഒറ്റ വാചകത്തിൽ ഒരു ബജറ്റ് അവതരിപ്പിക്കാമെങ്കിൽ ഇവിടെയും ആദ്യ വാചകത്തിൽ തന്നെ ബജറ്റ് അവതരിപ്പിക്കുന്നു എന്ന് ധനകാര്യമന്ത്രി പറഞ്ഞതോടെ ബജറ്റായി. അതിനുശേഷം 48 മിനിറ്റിന് ശേഷം വരുന്നൊരു മീഡിയ ഹൈലൈറ്റ് എങ്ങനെയാണ് ഒരു വലിയ ചോർച്ചയായി വ്യാഖ്യാനിക്കാനാവുക? ഞാൻ ഒന്ന് താങ്കളിലേക്ക് മടങ്ങി വരാം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് രാംകുമാർ, ഇതിൽ നേരത്തെ വന്നതുപോലെ ശരത് അന്ന് പറഞ്ഞോളൂ ശ്രീ തിരുവഞ്ചൂർ, പറഞ്ഞോളൂ. അന്ന് യഥാർത്ഥത്തിൽ ആ പ്രസംഗം കേട്ടിട്ടുണ്ടാകും, ശരത്തും കേട്ടിട്ടുണ്ടാകും. അന്ന് കെ എം മാണി സാറ് അതോടെ പ്രസംഗിച്ചിരുന്നു. അദ്ദേഹം അവിടെ ഇരുന്ന് സീറ്റ് മാറി എന്താ പറഞ്ഞ, സീറ്റ് മാറുന്നതിന് വേണ്ടി സ്പീക്കർ അനുവദിച്ചു. എന്താ കാരണം? മുൻവശത്ത് നിന്നിട്ട് ഈ ബജറ്റ് പിടിച്ചു മേടിച്ച് കീറിക്കളയുന്നതിന് വേണ്ടി ചില ആളുകളെ പ്രത്യേകമായി നിയോഗിച്ചു. ആ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി തൊട്ട് പുറകിലുള്ള സീറ്റ് അവിടെ കെ എം മാണി സാറിന് അലോട്ട് ചെയ്തിരുന്നു. അത് സ്പീക്കറാണ് ചെയ്യേണ്ടത്. അങ്ങനെ അലോട്ട് ചെയ്ത സീറ്റിൽ നിന്നുകൊണ്ട് അദ്ദേഹം ആ ബജറ്റ് മുഴുവൻ വായിച്ചു. അവിടെ ഈ റെസിസ്റ്റൻസ് എല്ലാം അതൊരു പുതിയ അറിവാണ് സുനിൽകുമാർ, ഒരു പുതിയ അറിവാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. ആ ബജറ്റ് ശ്രീ കെ എം മാണി പൂർണ്ണമായി വായിച്ചിരുന്നു എന്ന് വെച്ചാൽ ഈ ബജറ്റ് വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പുറത്തു വന്ന വിവരങ്ങൾ ചോർച്ച തന്നെയാണ് എന്ന് സമർത്ഥിക്കാനാണ് തിരുവഞ്ചൂർ അത് പറഞ്ഞത്. സുനിൽകുമാർ, ശരത്തെ, നമ്മളൊക്കെ അന്നും ജീവിച്ച ആൾക്കാർ, നമ്മളിപ്പോൾ ഇന്നലെ ജനിച്ച ആൾക്കാരല്ലല്ലോ. ഞാൻ ആ നിയമസഭയ്ക്കകത്ത് ഇദ്ദേഹം അക്രമം എന്ന് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കേണ്ടായിരുന്ന ആളാണ്. അത് ബഡ്ജറ്റ് അവിടെ തടയണമെന്ന് തീരുമാനിച്ച ആൾക്കാരാണ്. അത് കാരണം ഉണ്ടായിരുന്നു. മാണിക്കെതിരായിട്ടുള്ള അഴിമതി ആരോപണത്തിന്റെ പേരിലാണ്. ഞാൻ പറയട്ടെ. അപ്പോൾ അന്ന് കെ എം മാണി ബഡ്ജറ്റ് വായിച്ചു എന്ന് പറഞ്ഞ് എത്ര നേരം? 7 മിനിറ്റ് നേരം അദ്ദേഹം എന്തൊക്കെയോ വായിച്ചുകൊണ്ടിരുന്നു. പ്രസംഗിക്കാൻ ഒരു ബഡ്ജറ്റിൽ എവിടെയൊക്കെ വായിക്കണം, എത്ര വായിക്കേണ്ട തീരുമാനിക്കുന്ന ആരാണ്? അത് അവതരിപ്പിക്കുന്ന മന്ത്രിയുടെ തീരുമാനമാണ്. അപ്പോൾ പക്ഷേ അതിനകത്ത് ഇതിൻ്റെ ഈ സാങ്കേതികത എന്താണ്? ബഡ്ജറ്റ് സമർപ്പിക്കുന്നു എന്ന് പറയുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം എത്ര പേജ് വായിക്കണം, എത്ര പേജ് വായിക്കേണ്ട, എത്ര സമയം വായിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം ആ പറയുന്ന ധനകാര്യമന്ത്രിക്കാണ്. അവിടെ ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. അദ്ദേഹം വായിക്കുമ്പോൾ എല്ലാ അംഗങ്ങളും സീറ്റിലിരിക്കുകയായിരുന്നോ? ബഹുമാന്യ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരുപാട് കാലം നിയമസഭയിലുള്ള ആളല്ലേ. ഒരു സഭ ഓർഡറിലാക്കിയതിന് ശേഷം വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അവിടെ അന്നത്തെ ലീഗിന്റെ MLA-മാർ ഉൾപ്പെടെയുള്ള ആളുകൾ പല സീറ്റുകളിൽ നിന്നും വന്ന് കെ എം മാണിയുടെ ചുറ്റും നിന്ന് കൂക്കി വിളിച്ച് കൈയടിച്ചുണ്ടാക്കി പറഞ്ഞത് പോലും ബഡ്ജറ്റായിട്ട് അംഗീകരിച്ച ആൾക്കാരാണ് ഇവര്. എന്നിട്ട് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ വളരെ കൃത്യമായി ബഡ്ജറ്റിലെ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഹൈലൈറ്റ്സ് വന്നു എന്നും പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം ചില ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടും അദ്ദേഹത്തിന്റെ കൃത്യം നിർവഹിച്ചതിന് ശേഷം അദ്ദേഹം ഇരിക്കുന്നു. ഇവിടെ ഒരിക്കലും ഈ പറയുന്നത് പോലെ ബഡ്ജറ്റിന്റെ വിശുദ്ധിയെ ചോദ്യം ചെയ്യാനോ ബഡ്ജറ്റ് ചോർത്തിക്കൊടുത്ത് അതിന്റെ ഗുണഭോക്താക്കൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനോ ഒന്നും തന്നെ ഗവൺമെന്റ് ശ്രമിച്ചിട്ടില്ല. ഇനി ഏതെങ്കിലും രീതിയിലുള്ള തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തകരാറുകളെ സംബന്ധിച്ച് പറയേണ്ട റൂളിംഗ് കൊടുക്കേണ്ട സ്പീക്കറാണ്. ബഹുമാനപ്പെട്ട സ്പീക്കർ റൂളിംഗ് നൽകട്ടെ എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. നാളെ നിയമസഭ ചേരുകയാണ്. ഞങ്ങളാരും ഒളിച്ചു പോകാൻ പോകുന്നില്ല. പ്രതിപക്ഷം എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നോക്കിയിട്ടല്ല ഭരണകക്ഷി അവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ തീരുമാനിക്കുക. അത് ഞങ്ങളായിരിക്കുമ്പോഴോ അവരായിരിക്കുമ്പോഴോ അങ്ങനെയാണ് ചെയ്യുന്നത്. ഗവൺമെന്റ് ചില ധാരണകളുണ്ട്. ഗവൺമെന്റ് ഉദ്ദേശശുദ്ധിയോടുകൂടി ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ബഡ്ജറ്റിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പങ്കെടുക്കാം, ഇഷ്ടമില്ലെങ്കിൽ പങ്കെടുക്കാതിരിക്കാം, അവർക്ക് സ്തംഭിപ്പിക്കാം, അവർക്ക് ഇറങ്ങിപ്പോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ സർക്കാരിന്റെ ഭരണഘടനാ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചിരിക്കും. ഇതാണ് ശ്രീ അഡ്വക്കേറ്റ് രാംകുമാർ ഇതിലെ ഒരു പ്രധാനപ്പെട്ട തർക്കം. രാവിലെ വന്ന പത്രത്തിൽ വന്ന വാർത്തയെ നേരത്തെ വിശദമായി താങ്കൾ സൂചിപ്പിച്ചല്ലോ. അതൊന്നും മാറ്റിവെച്ചാൽ
കഴിഞ്ഞ തവണ മാണി 7 മിനിറ്റ് കൊണ്ടോ 5 മിനിറ്റ് കൊണ്ടോ ബജറ്റ് അവതരിപ്പിച്ചു എന്ന് പറയുന്നൊരു സാഹചര്യം, ഈ ബജറ്റ് അവതരണത്തിൻ്റെ ആദ്യ വാചകം ഞാൻ സൂചിപ്പിച്ചല്ലോ, ആ അർത്ഥത്തിൽ ബജറ്റ് അവതരണം അതോടെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. ഇതിലെല്ലാം ഏറ്റവും പ്രധാനം സ്പീക്കർ ഇനി നടത്താൻ പോകുന്ന ഒരു റൂളിംഗ് തന്നെയാണ്. നേരത്തെ മന്ത്രി സൂചിപ്പിച്ചല്ലോ, 2012-2013 ബജറ്റിൽ അന്ന് ഒരു പത്രത്തിൽ ശ്രീ കെ മാണിയുടെ ബജറ്റിൽ പത്രത്തിൽ വിവരങ്ങൾ വന്നപ്പോൾ ആ വിഷയം ഉന്നയിച്ചപ്പോൾ അന്നത്തെ സ്പീക്കർ ജി കാർത്തികൻ നൽകിയൊരു റൂളിംഗ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ധനമന്ത്രി നടത്തിയ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്, പത്രത്തിൽ വന്ന വാർത്തയിലെ മിക്ക കാര്യങ്ങളും ബജറ്റിൽ ഉള്ളതല്ല. ചില കാര്യങ്ങൾ പെൻഷൻ പ്രായം പോലെയുള്ള നേരത്തെ തന്നെ ചർച്ച ചെയ്തിരുന്നതാണ്. ചില വാചകങ്ങൾ ബജറ്റിലെ പ്രസംഗത്തിലേതുപോലെ ആയത് യാദൃച്ഛികം മാത്രമാണ്. അതിനാൽ ബജറ്റ് ചോർന്നതായി കണക്കാക്കാനാവില്ല. സ്പീക്കറുടെ റൂളിംഗ് പ്രധാനമാകുന്നു വീണ്ടും എന്നൊരു പ്രധാനപ്പെട്ട സാഹചര്യം അതിലുണ്ട്. ഇത് യഥാർത്ഥത്തിൽ അതേസമയം നിയമപരമായി തന്നെ തിരുവഞ്ചൂർ സൂചിപ്പിച്ചതുപോലെ നിയമപരമായി തന്നെ തർക്കിക്കാവുന്ന പ്രശ്നവും ഇതിൽ കൂടുതൽ സജീവമാവുകയാണോ? എ കെ ബാലൻ ഔചിത്യക്കുറവുണ്ട് എന്ന് സമ്മതിച്ചത് സർക്കാരിനെ സംബന്ധിച്ച് ഗുണമാണോ അല്പം ദോഷമാണോ? ഇവിടെ ശരത്ത് 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ബജറ്റ് ചോർന്നു എന്നുള്ളത് ശിക്ഷാർഹമായൊരു കുറ്റമല്ല. അത് നമ്മൾ പിന്തുടരുന്നു വരുന്ന കീഴ്വഴക്കങ്ങളും മര്യാദകളുടെയും കാര്യമാണ്. ശ്രീ അച്യുതമേനോൻ തന്നെ സാക്ഷിയായി ചോദിച്ചപ്പോൾ എങ്ങനെയാണ് ബഡ്ജറ്റ് രഹസ്യരേഖയെന്ന് എനിക്ക് ആധികാരികമായി പറയാൻ പറ്റില്ല എന്ന് കോടതിയിൽ മൊഴി കൊടുത്തു. അത് കീഴ്വഴക്കങ്ങളാണ്. പക്ഷേ ക്ഷമിക്കണം, ഇവിടെ കുറ്റകരമായത് ഔദ്യോഗിക രഹസ്യ നിയമത്തിൻ്റെ ലംഘനമാണ്. അതുണ്ടായത് മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. അല്ലെങ്കിൽ മന്ത്രിയുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയെ മാറ്റേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ബഡ്ജറ്റ് ചോർന്നു എന്നുള്ളത് പരോക്ഷമായി സമ്മതിച്ചിരിക്കുകയാണ്. അവിടെയാണ് ശ്രീ തിരുവഞ്ചൂർ പറഞ്ഞ മെട്രോ പത്രത്തിലെ ഉള്ളടക്കത്തിൻ്റെ പ്രസക്തി. ക്ഷമിക്കണം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ആ പത്രത്തിൽ എങ്ങനെ വാർത്ത കിട്ടി? എവിടെ നിന്ന് ചോർന്നു? ധനകാര്യമന്ത്രി തന്നെ പറയുന്നു എൻ്റെ ഓഫീസിൽ നിന്ന് ചോർന്നു എന്ന്. അപ്പോൾ ഒഫീഷ്യൽ സീക്രട്സ് ആക്ടിൻ്റെ ലംഘനമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷാർഹമായ കുറ്റമാണ്. ആര് കുറ്റം ചെയ്തു എന്ന് കോടതി പരിശോധിക്കേണ്ടതാണ്. അവിടെ ശ്രീ തോമസ് ഐസക്കിന് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. കാരണം ജനതാ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്തു. 361A എന്നൊരു അനുച്ഛേദം കൂട്ടിച്ചേർക്കപ്പെട്ടു. അതനുസരിച്ച് നിയമസഭയ്ക്കുണ്ടാകുന്ന ക്രിമിനൽ കുറ്റങ്ങൾക്ക് വരെ മന്ത്രിമാർ മറുപടി പറയണ്ട എന്ന്. അതിൻ്റെ പരിരക്ഷ വേണമെങ്കിൽ ശ്രീ തോമസ് ഐസക്കിന് അവകാശപ്പെടാം. പക്ഷെ അതെല്ലാം വസ്തുതാപരമായ കാര്യമാണ്. അത് തെളിയിക്കേണ്ടത്, അതിൻ്റെ പരിരക്ഷയില്ല എന്ന് തെളിയിക്കേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ ചുമതലയാണ്. അപ്പോൾ പ്രിവിലേജിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ 361A അനുച്ഛേദത്തിൻ്റെ പരിരക്ഷ ധനകാര്യമന്ത്രിക്ക് കിട്ടുമെന്നും കൂടി സ്പീക്കർ പരിശോധിക്കേണ്ടതാണ്. എൻ്റെ സുഹൃത്ത് സുനിൽകുമാറും ശ്രീ തിരുവഞ്ചൂരും സാമാജികന്മാരാണ്, അവരും പരിശോധിക്കട്ടെ. ഞാൻ അതിൻ്റെ നിയമവശത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. കെ എം മാണിയുടെ ബഡ്ജറ്റ് ആയിരുന്നു എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് കേരള നിയമസഭ ബഡ്ജറ്റ് അവതരണത്തെക്കുറിച്ച് ചട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പാർലമെൻറ്റിൽ 204 ചട്ടമാണ്. നിയമസഭയിൽ ഏതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ചട്ടമുണ്ട്. ആ ചട്ടമനുസരിച്ച് അവതരിപ്പിച്ചാലേ ബഡ്ജറ്റ് ആവുകയുള്ളൂ. തീർച്ചയായും ആ ചട്ടം അനുസരിച്ച് തന്നെ ആ ബജറ്റ് അംഗീകരിക്കപ്പെട്ടതാണ്. ആ ചർച്ച ഉണ്ടായിട്ടുണ്ട്. ആ ചർച്ച തീർച്ചയായും അങ്ങനെ അംഗീകരിച്ച ബജറ്റ്, അങ്ങനെ അംഗീകരിച്ച് തന്നെയാണ് ശ്രീ കെ മാണിയുടെ ബജറ്റ്. ഈ കോലാഹലമൊക്കെ ഉണ്ടായെങ്കിലും സമാനമായ ഒരു ആനുകൂല്യം ഈ ബജറ്റിൻ്റെ ആദ്യ വാചകം തന്നെ തോമസ് ഐസക്കിന് നൽകുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. മാത്രവുമല്ല, ശ്രീ തോമസ് ഐസക്ക് പറഞ്ഞ എൻ്റെ ഓഫീസിനുണ്ടായ ഒരു വീഴ്ച എന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ബജറ്റ് അവതരണത്തെ തുടർന്ന് മാധ്യമങ്ങൾ കൊടുക്കുന്ന ഹൈലൈറ്റിൻ്റെ രേഖ സംബന്ധിച്ചാണ്. അതേതെങ്കിലും തരത്തിൽ അന്ന് രാവിലെ അച്ചടിച്ചു വന്ന പത്രത്തിലെ വാർത്തയ്ക്കും അങ്ങനെ കൊടുത്തു എന്ന നിലയിൽ ഓഫീസിന് പിഴവ് പറ്റിയെന്നല്ല. അത് ഏതാണ്ട് നമ്മൾ ഇതിനെ കൂട്ടിച്ചേർക്കലല്ലേ ശ്രീ രാംകുമാർ? അത് മറ്റൊരു പ്രശ്നമാണ്. ആ പ്രശ്നം വേറൊരു തരത്തിൽ അന്വേഷിക്കേണ്ടത് തന്നെയാണ് താനും. അത് ധനമന്ത്രി അംഗീകരിച്ചതായി, എൻ്റെ ഓഫീസിന് പറ്റിയ വീഴ്ചയായി അംഗീകരിച്ചതായി നമ്മൾക്ക് പറയാനാകുമോ ഈ ഘട്ടത്തിൽ? അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ശ്രീ ശരത്ത്, ഒരു കാര്യം വിസ്മരിക്കരുത്. ഈ ഹൈലൈറ്റ്സ് ഓഫ് ദ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബഡ്ജറ്റിൻ്റെ കാതലായ വശങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ മാധ്യമങ്ങൾ വഴി ധനകാര്യമന്ത്രി ശ്രമിക്കുന്നു. അതാണ് ഹൈലൈറ്റ്. ജനങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യം എന്താ? നികുതി വർധന ഉണ്ടോ?
വില വർധനവുണ്ടോ? ഇതാണ് ഹൈലൈറ്റ്സ്. അപ്പോൾ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിൻ്റെ ഉള്ളടക്കമാണ്. ഹൈലൈറ്റ്സ് പുറത്ത് വന്നാൽ ബഡ്ജറ്റ് പുറത്ത് വന്നു എന്നാണ് അർത്ഥം. നമ്മുടെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നു ബഡ്ജറ്റ് രഹസ്യരേഖയാണ് എന്നത് തർക്കമറ്റ വിഷയമാണ്. അന്നത്തെ ധനകാര്യമന്ത്രിയും അത് സമ്മതിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഔദ്യോഗിക രഹസ്യരേഖ പുറത്തുവിടുന്നത് കുറ്റകരമായ ശ്രീ രാംകുമാർ ഒന്നുകൂടി ചോദിക്കുകയാണ്, ഈ രണ്ട് പ്രശ്നത്തെയും ശ്രീ രാംകുമാർ ഈ രണ്ട് പ്രശ്നത്തെയും രാവിലെ പത്രത്തിൽ അച്ചടിച്ചു എന്ന് പറയുന്ന പ്രശ്നത്തെയും മാധ്യമങ്ങളിലൂടെ വന്നതിനെയും ഒന്നായി തന്നെ കാണാവുന്നതാണോ? ഒരു പ്രശ്നം. രണ്ട്, ആദ്യ വാചകത്തിൽ തന്നെ ബജറ്റ് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 48 മിനിറ്റുകൾക്ക് ശേഷം വരുന്ന വിശദാംശങ്ങൾ എന്നത് ധനമന്ത്രിക്കുള്ള ഏതെങ്കിലും ഒരു ബാധ്യതയാണോ? ചോർച്ചയുടെ കുറ്റവും പാപവും ധനമന്ത്രിക്ക് മേൽ വെക്കാവുന്ന നിലയിലുള്ള കുറ്റമായി വരാൻ സാധ്യതയുള്ളതാണോ? ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് തെറ്റുപറ്റാം, ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കേരള നിയമസഭ രൂപീകരിച്ച ചട്ടങ്ങൾക്കനുസരിച്ച് ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു എന്നൊരൊറ്റ വാക്ക് പറയാൻ വ്യവസ്ഥയില്ല. കാരണം ബഡ്ജറ്റ് നിയമസഭാംഗങ്ങൾ ജനപ്രതിനിധികൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിൻ്റെ പ്രതിഫലനം ബഡ്ജറ്റിലുണ്ടാകേണ്ടതാണ്. അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ചർച്ച ചെയ്യുന്ന ഞാൻ ചോദിച്ചത് ബജറ്റ് അവതരണത്തെക്കുറിച്ചാണ്. ധനകാര്യമന്ത്രിമാർ ഒരുപാട് വെള്ളം കുടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചത് ബജറ്റ് അവതരണത്തെക്കുറിച്ചാണ്. ശ്രീ സുനിൽകുമാർ പറഞ്ഞത് ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്ന് ശ്രീ സുനിൽകുമാറിന് പറഞ്ഞ വാദഗതിയോട് സമ്മതിക്കാൻ നമ്മുടെ നിയമസഭ ഉണ്ടാക്കിയ ചട്ടം വിലങ്ങുതടിയായി വരുന്നു. അതിൽ അവതരിപ്പിക്കുന്ന രീതി പറഞ്ഞിട്ടുണ്ട്. ഇല്ല ശരിയല്ല. ബഹുമാനായിട്ടുള്ള രാംകുമാർ സാർ, ഞാൻ അങ്ങയെ ഏറ്റവും ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, പിന്നെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഡോക്യുമെൻ്റ് വായിക്കണോ വേണ്ടയോ എന്നുള്ളത് മന്ത്രിക്ക് തീരുമാനിക്കാം. അത് അദ്ദേഹത്തിന് മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ സഭയുടെ സ്വത്താണ്. അത് മന്ത്രി ആ പേജുകളൊന്നും വായിച്ചില്ലെങ്കിലും ആ പേജുകളെല്ലാം തന്നെ സഭയുടെ ഭാഗമായി മാറുകയാണ്. ഇവിടെ അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ള കാര്യം, ഈ മെട്രോ വാർത്തയിൽ വാർത്ത വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതും ഇതും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. ഇനി മെട്രോ വാർത്ത വന്നതാണ് പ്രശ്നമെങ്കിൽ, മെട്രോ വാർത്ത രാവിലെ 6 മണിക്ക് മുമ്പ് തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന പത്രമാണ്. 9 മണിക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ ഒരിക്കൽ പോലും പ്രതിപക്ഷ നേതാവ് ഞാൻ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു എന്ന സന്ദർഭങ്ങളിൽ ഒന്നും തന്നെ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇങ്ങനെ ഒരു വാർത്തയുണ്ടായി എന്ന കാര്യം അവിടെ സൂചിപ്പിക്കാതിരുന്നുകൊണ്ടാണ്? പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ടോ? അപ്പൊ പ്രതിപക്ഷം പിന്നീട് ഇതുകൂടെ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന കാര്യത്തിനകത്ത് യാതൊരു കഴമ്പുമില്ല എന്ന് കാണുമ്പോ അവസാനമായി അത് തിരുവഞ്ചൂരിലേക്ക് ചോദിക്കാം. പക്ഷേ മിനിസ്റ്റർ, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നേരത്തെ അഡ്വക്കേറ്റ് രാംകുമാർ ചോദിച്ചതുപോലെ താങ്കളിലേക്ക് വരാം. മിനിസ്റ്ററുടെ ഒരു കാര്യം കൂടി, പരോക്ഷമായി ഒരു തെറ്റ് നിങ്ങൾ സമ്മതിച്ചത് തന്നെ ഒരു പിഴവല്ലേ? ഔചിത്യമില്ല എന്ന് നിയമമന്ത്രി സഭയ്ക്ക് പുറത്ത് പറയുന്നത് തന്നെ തങ്ങൾക്കൊരു തെറ്റുപറ്റി, ഒരു ഉദ്യോഗസ്ഥനെ അതിൻ്റെ പേരിൽ മാറ്റുന്നു എന്ന് വന്നാൽ നിയമപരമായ അടക്കം ബജറ്റ് ചോർച്ച എന്ന് പറയുന്ന ഒരു പ്രതിബന്ധത്തെ മറ്റൊരർത്ഥത്തിൽ നേരത്തെ ശ്രീ രാംകുമാറൊക്കെ സൂചിപ്പിച്ചതുപോലെ അംഗീകരിക്കലല്ലേ? അതൊരു പിഴവല്ലേ? ഈ ആലോചനയിലേക്ക് പോയത് യഥാർത്ഥത്തിൽ ഒരു പിഴവ് തന്നെയല്ലേ പറ്റിയത്? അല്ല ശരത്ത്, ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക. ഞങ്ങൾ ചെയ്യണ്ടേ? കാരണം ഇതിനകത്ത് ഞങ്ങൾ ഒരിക്കലും ബഡ്ജറ്റ് ചോർന്നതിൻ്റെ പേരിലല്ല അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നത്. ബഡ്ജറ്റ് ചോർന്നു എന്ന ആരോപണം വെച്ചുകൊണ്ടല്ല പുറത്താക്കിയിരിക്കുന്നത്. ഈ ഹൈലൈറ്റ്സ് പോലും ഞങ്ങൾ പിന്നെ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ബഡ്ജറ്റ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷം കൊടുക്കണമെന്നുള്ളതാണ്. അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി പ്രതിപക്ഷത്തിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അത് അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള ഒരു തെറ്റാണെന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നടപടിയിലേക്ക് ഗവൺമെന്റ് പോയത്. അല്ലാതെ ഗവൺമെന്റ് തെറ്റ് ചെയ്തു എന്ന് പോലെ ബഡ്ജറ്റ് വേണ്ടിയല്ല. അത് കൊടുത്തത് പോലും ഒരുപാട് നേരത്തിന് ശേഷം മാത്രമാണ് മാധ്യമങ്ങളിലേക്ക് അത് പോയിട്ടുള്ളത്. അതല്ലാതെ ബജറ്റ് അവതരണത്തിന് തൊട്ടോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഒന്നുമല്ല പോയിട്ടുള്ളത്. അല്ല, അങ്ങനെയാണെങ്കിൽ പോലും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകാനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. സംബന്ധിച്ചു ആ ഉന്നതമായ താല്പര്യമാണ് മാനിച്ചതെങ്കിൽ നല്ലത്. പക്ഷേ അത് വരുത്തി തീർക്കാനിടയുള്ള ഒരു കുരുക്ക് അത്രയേ ഉള്ളൂ. അതിനകത്ത് ഞങ്ങൾ കാണിച്ച വിശാലമായിട്ടുള്ള ഒരു മനസ്ഥിതി,
കഴിഞ്ഞ ഗവൺമെന്റുകളൊക്കെ തന്നെ അതുപോലും ചെയ്യാൻ മടിച്ചുകൊണ്ട് ഒരു ആരോപണം മന്ത്രിയുടെ ഓഫീസിലെ പേഴ്സണൽ സ്റ്റാഫിനെ പറ്റി ഗുരുതരമായ ആരോപണം ഉണ്ടായിട്ടും പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്നവരെ അവരെ കക്ഷത്ത് വെച്ച് സംരക്ഷിച്ച പരിപാടിയല്ല ഈ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റ് ആ ഉദ്യോഗസ്ഥന്റെ എല്ലാ മാന്യത ഉണ്ടായിട്ട് പോലും അത് നല്ല ഉദ്യോഗസ്ഥനാണെന്ന് അറിഞ്ഞിട്ട് പോലും അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള ഔചിത്യം കാണിച്ചതിനെ ബഹുമാനിക്കുന്നതിന് പകരം ഗവൺമെന്റിനെ പറ്റി തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. സുനിൽകുമാർ പറഞ്ഞ് രാഷ്ട്രീയമായി LDF-ഉം UDF-ഉം തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചൊക്കെയാണ്, അതിലേക്കാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എടുക്കുന്ന സമീപനത്തെ വിശദീകരിക്കാൻ ശ്രമിച്ചത്. ഇതിൽ പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പത്രത്തിലൂടെ ഈ ബജറ്റ് ചോർന്നു എന്ന ഒരു കേസ് ബജറ്റ് അവതരണത്തിൻ്റെ വേളയിൽ നിങ്ങൾക്കുണ്ടായിരുന്നില്ല. 2, ഈ രേഖകൾ ഉയർത്തിക്കാട്ടി ബജറ്റ് ചോർന്നു എന്ന് പറയുന്നത് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഇതിൻ്റെ ഹൈലൈറ്റ്സ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. ധനമന്ത്രി പറയാത്ത കാര്യങ്ങൾ എന്ന കേസ് മാത്രമാണ് സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചത് എന്ന് വെച്ചാൽ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ബജറ്റ് ചോർന്നു എന്നൊരു നിങ്ങൾ ആ പത്രത്തിൽ വന്ന വാർത്തയെ ഉന്നയിച്ചുകൊണ്ടൊരു കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ടാവുക? നിങ്ങൾ ആരും ഉന്നയിക്കാത്തൊരു പ്രശ്നമാണ് പിന്നീട് പറഞ്ഞു തുടങ്ങുന്നത്. ആ നിലയിൽ അത് സ്വീകരിക്കത്തക്കതാണോ? ശ്രീ തിരുവഞ്ചൂർ, അവസാനമായി. അല്ല ശരത്, അല്ല, കറക്റ്റല്ല, അത് ഒട്ടും കറക്റ്റല്ല. കാരണം ഞങ്ങൾ തന്നെ അത് ആ മാധ്യമം ഇവിടെ മെട്രോ പത്രം എടുത്ത് ഞങ്ങൾ കാണിച്ച് ഇതാണ് രാവിലെ വന്നതെന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞു. 2, ഇവിടെ ഒരു പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാദം, ബജറ്റും ബജറ്റ് പ്രസംഗവും 2ആണ്, അതിൻ്റെ ടാക്സ് പ്രപ്പോസലും ബജറ്റ് പ്രസംഗവും 2ആണെന്ന് അല്ല. അത് സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ആ വിധിക്കകത്തുകൊണ്ട് ബജറ്റ് എന്നതിൻ്റെ ഭാഗം തന്നെയാണ് ബജറ്റ് സ്പീച്ച് തന്നെ. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ബജറ്റിൻ്റെ ടാക്സ് പ്രപ്പോസൽസ് അതാണ് രാവിലത്തെ പത്രത്തിൽ വന്നത്. അതാണ് ബഹുമാനപ്പെട്ട ശ്രീ രാംകുമാർ സാർ ഇവിടെ സൂചിപ്പിച്ചത്. ടാക്സ് പ്രപ്പോസൽ പുറത്തു വന്നു എന്നുള്ളത് അതീവ ഗൗരവതരമായ സർക്കാർ പറയുന്ന അങ്ങനെ ഒരു പ്രപ്പോസലും പുറത്തു വന്നിട്ടില്ലെന്നാണല്ലോ ശ്രീ തിരുവഞ്ചൂർ. അങ്ങനെ ഒരു ടാക്സ് പ്രപ്പോസലും പുറത്തു വന്നിട്ടില്ല. ശ്രീ തിരുവഞ്ചൂർ, ഒരു ടാക്സ് പ്രപ്പോസലും പുറത്തു വന്നിട്ടില്ലെന്നാണ് സർക്കാർ വാദം. പുറത്തു വന്നു എന്നുള്ളത് തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കല്ലേ. ഞങ്ങൾ ഏത് മലയാള ഭാഷയില ഇനി പറയേണ്ടത്, ഏത് ഭാഷയില പറയേണ്ടതെന്ന് അറിയില്ല. എനിക്കറിയാവുന്ന എല്ലാ മലയാള ഭാഷയിലും പറഞ്ഞു. പക്ഷേ 2 ഭാഗവും ഇല്ല. ഇത് വളരെ ക്ലിയർ കട്ടാണ്. പക്ഷേ തിരുവഞ്ചൂർ ഒരു കേസ് വാദിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇത് കേട്ടില്ല എന്ന് നടിക്കുന്നത്. അന്ന് ബജറ്റ് അവതരണത്തിന്റെ ആ മണിക്കൂറുകളിൽ ഒന്നിലും യഥാർത്ഥത്തിൽ ഈ പത്രത്തിലൂടെ ബജറ്റ് ചോർന്നു എന്നൊരു കേസ് സഭയിൽ നിങ്ങൾ ഉന്നയിച്ചിരുന്നോ? ഉന്നയിച്ചു എന്ന് മാത്രമല്ല, ഇത് പറഞ്ഞോട്ടെ എന്ന് ഞങ്ങൾ കരുതി. കാരണം ഇത് ധനവകുപ്പ് മന്ത്രി പറഞ്ഞു വരട്ടെ. സുനിൽകുമാർ കേട്ടിരുന്നു. ഞാനും ബജറ്റ് പ്രസംഗം കേട്ട ആളായതുകൊണ്ടാണ് ചോദിക്കുന്നത്. മാറ്റിയാൽ ഇത് പത്രത്തിൽ വന്ന തെറ്റാണെന്ന് വാദിക്കരുത്. ശരത്ത്, ഇത് വളരെ വളരെ സിമ്പിളായി പറഞ്ഞ വീണെടുത്ത് കിടന്ന ഉരുളാണ്. ബഡ്ജറ്റ് ചോർന്നു എന്ന ആരോപണം ഉണ്ടെങ്കിൽ ഇവർ എന്ത് ചെയ്യണം? ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന മുമ്പോ ബഡ്ജറ്റ് അവതരിക്കുന്ന വേളയിലോ അദ്ദേഹം ഇതിനിടയിൽ എണീറ്റ് നിന്നപ്പോ അദ്ദേഹത്തിന് സ്പീക്കർ പിന്നെ മൈക്ക് കൊടുത്തല്ലോ. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വേള ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച നികുതി നിർദ്ദേശങ്ങൾ എന്തെങ്കിലും അവിടെ ചോർന്നു പോയിട്ടുണ്ട് എന്ന് അവർക്ക് ആരോപണം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ പറയണമായിരുന്നു. എഴുതി കൊടുക്കണമായിരുന്നു. കഥയാണ്. പിന്നെ ഒരു കാര്യം, ഞങ്ങൾ ഒരിക്കലും ഒരു ബഡ്ജറ്റ് പ്രപ്പോസൽ കൊടുത്തിട്ടില്ല. മെട്രോ പത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം നിയമസഭയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞത്. സുനിൽകുമാർ, ഒരു മറുപടി വേണം. മെട്രോ പത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ആ കാര്യം പറഞ്ഞത്. ശരി. അല്ല തിരുവഞ്ചൂർ, അത് നിങ്ങൾ ഈ വാർത്ത വന്നതിന് ശേഷം നീ മെട്രോ പത്രം അത് ഉയർത്തി കാണിച്ചില്ല. അത് ഉയർത്തി കാണിച്ചത് ഞാൻ ഇപ്പോൾ ഓർക്കാണ്, വേണമെങ്കിൽ നമുക്ക് 2 പേർക്ക് നാളെ വേണം നോക്കാം. അത് ഉയർത്തിപ്പിടിച്ചത് നിങ്ങളുടെ പിന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്ന് കൊണ്ടുകൊടുത്ത പ്രിന്റ് ഔട്ട് എടുത്ത് ഈ പറയുന്ന പത്രക്കാരെ കൊടുത്ത പ്രിന്റ് ഔട്ട് ജയിക്കാനോ വേണ്ടിയല്ല. ഒരു ഏതെങ്കിലും സോഴ്സ് ആയിക്കോട്ടെ. ഞാൻ ഒന്നുകൂടി പറയുന്നു, അന്ന് ബജറ്റ് ചർച്ചയുടെ ഭാഗമായി ഈ ബജറ്റ് പ്രസംഗം നിങ്ങൾ സഭയ്ക്കകത്തും പുറത്ത് സ്റ്റുഡിയോയിൽ ഇരുന്ന് ഞങ്ങളും ഒക്കെ കേട്ടതാണ്. അവിടെ വാട്സപ്പിലൂടെ ഈ ബജറ്റ് ഹൈലൈറ്റ്സ് വന്നതിൻ്റെ കോപ്പി പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്ന് പ്രതിപക്ഷ നേതാവിന് എത്തിക്കുന്നു. പ്രതിപക്ഷ നേതാവ് അത് ഉയർത്തിക്കാട്ടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ബജറ്റ് ചോർന്ന ഒരു ദിനപത്രവും ഉണ്ടായിരുന്നില്ല. ഇത് സത്യമായ ഇത് അവിടെ സംഭവിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബജറ്റ് അവതരണത്തിന്റെ ഒരു വേളയിലും പ്രതിപക്ഷം ഉന്നയിക്കാത്ത കേസാണ് പ്രതിപക്ഷം പിന്നീട് ചർച്ചകളിലൂടെ. അല്ല, ശരത്ത് ഈ ഇഷ്യൂ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം. ഇനി ശരത്ത് പറയുന്ന കാര്യമാണ് സത്യമെന്ന് ശരത്ത് വിശ്വസിക്കുന്നെങ്കിൽ ആ ദിവസത്തെ മെട്രോ പത്രം എടുത്ത് നോക്കിയാൽ പോരെ.
ആ ദിവസത്തെ മെട്രോ പത്രം എടുത്തു നോക്കൂ. അത് ശരിയാണ്. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് ചോദിച്ചത് അറിയാമല്ലോ. പ്രതിപക്ഷം സംശയിക്കേണ്ട ഉന്നയിക്കാത്തൊരു കേസിൽ അത് കേരളത്തിൽ ഒരു കോപ്പി മാത്രമല്ലോ ഇറങ്ങിയിട്ടുള്ളത്. ശരിയാണ്, അത് പത്രത്തിൽ അത് വന്നിരുന്നു. പരിശോധിച്ചോളൂ. എൻ്റെ ചോദ്യം അതല്ല തിരുവഞ്ചൂർ, പ്രതിപക്ഷം ഉന്നയിക്കാത്തൊരു പ്രശ്നം, ആ പ്രശ്നത്തിൽ ഇനിയും ആ ബജറ്റിനെ അങ്ങനെ ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് പ്രതിപക്ഷത്തിനുണ്ടോ? ഒരു സംശയമാണ് ചോദിച്ചത്. താങ്കളുടെ മറുപടി എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. അന്ന് തർക്കിച്ചിട്ടില്ല എന്നതിന്റെ പേരിൽ ഇനി തർക്കിക്കാൻ പാടില്ല എന്നുണ്ടോ? ഞങ്ങളുടെ മറുപടി വളരെ ക്ലിയറാണ്. നിയമവിരുദ്ധമായ നടപടി നടന്നു, ഓത്ത് ഓഫ് സീക്രസി ലംഘിച്ചു, ശരി. നമ്മളുടെ ഔദ്യോഗിക രേഖകൾ ശരത് അത് ഒരു കാര്യം. പുറത്തുവിട്ടു. ഈ അവസാനിപ്പിക്കാം. കാര്യത്തിനകത്ത് തോമസ് ഐസക്ക് കുറ്റം ചെയ്തിട്ടുണ്ട്. റൈറ്റ്. സുനിൽ, അവസാനം. ശരത് ഒരു കാര്യം, ഞങ്ങളൊരു കാര്യം പറഞ്ഞേക്കാം. ധനകാര്യമന്ത്രിയെ ഒറ്റയ്ക്ക് ആക്രമിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനൊന്നും ആരും ശ്രമിക്കേണ്ട. ഈ ഗവൺമെൻറ് ഒറ്റക്കെട്ടായി ധനകാര്യമന്ത്രിയുടെ കൂടെ നിൽക്കും. ഈ ഗവൺമെൻറ് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തെ നേരിടും. പ്രതിപക്ഷം എന്ത് നിലപാടെടുത്താലും ശരി, ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഞങ്ങൾ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റാണ്. ആ ബഡ്ജറ്റിനെ പറ്റി ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ, നിയമമന്ത്രി കൂടില്ലെന്നാണ് പറഞ്ഞത്. സുനിൽകുമാർ, നിയമമന്ത്രി കൂടില്ലെന്നാണ് തിരുവഞ്ചൂർ പറഞ്ഞത്. നിയമമന്ത്രി ഇല്ല. നിയമമന്ത്രി എന്ന് പറയും ഈ മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ നിയമമന്ത്രി അടക്കമുള്ള ആൾക്കാരാണ്. മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ പിന്നെ നിയമമന്ത്രി പുറത്താണോ? ഞങ്ങൾ എല്ലാവരും അടങ്ങുന്ന മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും ഒറ്റക്കെട്ടായിട്ടാണ് ഈ കാര്യത്തെ പറ്റി പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിനെ പറ്റി സുനിൽ പറഞ്ഞതല്ല, അദ്ദേഹം കുറച്ചുകൂടി യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നുണ്ട്. അല്ല, അദ്ദേഹം പറഞ്ഞ ധനകാര്യമന്ത്രി പറഞ്ഞൊക്കെ ഒന്ന് തന്നെയാണ്. അദ്ദേഹം അതുകൊണ്ടാണല്ലോ ധനകാര്യമന്ത്രി ഇന്നലെ പറഞ്ഞല്ലോ അവിടെ ചെറിയൊരു തെറ്റ് പറ്റി, അതിനെ പുറത്താക്കി അയാളെ പറഞ്ഞല്ലോ. അത് തന്നെയാണ് ബാലൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളത് വ്യാഖ്യാനിച്ച് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ധനകാര്യ വകുപ്പ് മന്ത്രി സുനിൽകുമാർ വിടില്ല. ബാക്കി നമുക്ക് നാളെ സഭയിൽ കാണാം. ശ്രീ തിരുവഞ്ചൂർ, ശ്രീ VS സുനിൽകുമാർ കൃഷിമന്ത്രി. പക്ഷേ ഇതിനിടയിൽ വളരെ ഗൗരവമായ നിയമപരമായ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. അത്തരം നിയമസഭാ പ്രവർത്തനങ്ങളുടെ ചട്ടം പരിശോധിച്ചാൽ അത്തരം ചില ഗൗരവമായ പ്രശ്നങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാംകുമാർ ഈ ചർച്ചയിൽ ഉന്നയിച്ചത്. ഭരണഘടനാപരമായ നടപടികൾ ഉയർത്തിപ്പിടിച്ചു എന്ന് സർക്കാർ, അതിനുവേണ്ടി മന്ത്രി VS സുനിൽകുമാർ, ധനമന്ത്രിക്കൊപ്പം തന്നെ സർക്കാർ ഉണ്ട് എന്ന നിലപാടെടുക്കുന്നു. ഏതറ്റം വരെയും പോകും എന്ന് പ്രതിപക്ഷം. എല്ലാം ബാക്കി നാളെ നിയമസഭയിൽ കാണാം. വളരെയധികം നന്ദി 3 പേർക്കും ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിനും ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. ഇടവേള, വേഗം മടങ്ങി.